യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് ചെറുപ്പക്കാരനോട് ഉദ്കുർനി ഇൻദ റബ്ബിക്, നീ കൊട്ടാരത്തിൽ എത്തിയിട്ട് ജോലിയിലേക്ക് തിരിച്ചു പോയാൽ രാജാവിനോട് നീ ഒരു കഥ പറയണം, എൻ്റെ കഥ. ഞാനിങ്ങനെ ഒരു യൂസുഫ് എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ ജയിലിലുണ്ട്, അയാൾ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ കൊണ്ട് പോയി ഇട്ടതാണ്, രേഖകളൊന്നുമില്ല, കേസ് രജിസ്റ്ററിലൊന്നും കാണൂല, ഈ വിഷയം ഒന്ന് പറയണം. ബഹുമാനപ്പെട്ട യൂസുഫ് നബിയെ അള്ളാഹ് അറിയിക്കുന്ന, നീ എന്തിനാ രാജാവോട് പറയാൻ മെനക്കെട്ടത്? നിനക്ക് വിഷയം എന്നോട് പറഞ്ഞാൽ പോരെ? ബാപ്പാന്റെ കൈമന്ന് നഷ്ടപ്പെട്ടത് മുതൽ കംപ്ലീറ്റ് എൻ്റെ ഉത്തരവാദിത്തത്തിലല്ലേ യൂസുഫെ നീ? അള്ളാഹു തആല നുബുവത്ത് കൊടുത്തിരിക്കുകയാണ് ജയിലിൽ വെച്ച്. നുബുവത്തും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ദർജ കൂടി. പിന്നെ അള്ളാഹിന്റെയും യൂസുഫിന്റെ ഇടയിൽ വേറെ ഒന്നും വരാൻ പാടില്ല. ഭൗതികവും വരാൻ പാടില്ല, അഭൗതികവും വരാൻ പാടില്ല. അതാണ് പ്രവാചകന്മാരെ പഠിപ്പിച്ച ശൈലി. അള്ളാഹു പ്രവാചകന്മാരെ പഠിപ്പിച്ച ശൈലി അതാണ്. അനുവദിക്കപ്പെട്ടത് പോലും പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന രീതിയില്ല. അത് സാധാ സീതാ ജനങ്ങൾക്കുള്ളതാണ്. ഈമാന്റെ തറക്കി കൂടുന്തോറും അതിൽ നിന്നൊരു മോചനം നമുക്കുണ്ടാവണം. നമ്മുടെ ഈമാൻ പുരോഗതി കൂടുന്തോറും അസ്ബാബുകളിൽ നിന്നുള്ളൊരു മാറ്റം നമുക്കുണ്ടാവണം. എന്ന് വെച്ചാൽ അസ്ബാബിനെ നിഷേധിക്കണം എന്നാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈമാന്റെ 3 തട്ടുകളുണ്ട്. ഈമാന്റെ 3 തട്ടുകൾ. ഏറ്റവും ഉയർന്ന തട്ട് എന്താണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം? സബ്റാണ്, ക്ഷമിക്കുക. ആരെപ്പോലെ? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചതുപോലെ. രണ്ടാമത്തെ തട്ട് എന്താണ്? ദുആ. ആരെപ്പോലെ? ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ ദുആ ചെയ്തതുപോലെ. മൂന്നാമത്തെ തട്ട് എന്താണ്? ഇസ്തിമാലു അസ്ബാബിൽ മുജറബാത്ത്, പരീക്ഷിക്കപ്പെട്ട മരുന്ന് ഉപയോഗിക്കും പോലെ. അതാരെ പോലെ? സാധാരണക്കാരെ പോലെ. ഇപ്പൊ ചികിത്സിക്കാന്നുള്ളത് സാധാരണക്കാരന് പറഞ്ഞതാ. ചികിത്സിക്കാന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ശറഈൽ ചികിത്സ നിർബന്ധമുള്ള കാര്യമാണ്? ഒരിക്കലും അല്ല. ഫുഖഹാക്കൾ പറഞ്ഞ യുസന്നു തദാവി എന്ന് പറഞ്ഞിട്ടുള്ളൂ, ചികിത്സിക്കൽ സുന്നത്തേ ഉള്ളൂ ശറഈൽ. രോഗം വന്നിട്ട് ചികിത്സിച്ചിട്ടില്ല എന്നതിന്റെ പേര് ഒരു കാരണത്തല്ലോ അല്ല ചോദിക്കൂല. നാളെ ആഖിറത്തിൽ നീ എന്താ ചികിത്സിക്കാതിരുന്നതും ചോദിക്കൂല. കാരണം ചികിത്സിക്കാന്നുള്ളത് ഫർളായ ഒരു അമലല്ല, ഐച്ഛികമായ ഒരു അമല് മാത്രമാണ്. അപ്പൊ ഈമാന്റെ തറക്കി അനുസരിച്ചാണ് ചികിത്സ വേണോ വേണ്ടി തീരുമാനിക്കുന്നത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം വന്നു, ദുആ ചെയ്യാൻ പോലും തയ്യാറായില്ല. സബർ മാത്രം, ക്ഷമ, രാജകീയമായ ക്ഷമ. വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ് ഉർകുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ് വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മത്തൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. സുബ്ഹാനല്ലാഹ്. ഇത് ഈമാന്റെ ഉയർന്ന ദർജ. അപ്പൊ ഈമാൻ വർദ്ധിക്കും തോറും അസ്ബാബുകളിൽ നിന്ന് ഡിസ്കണക്ട് ആണോ? നമ്മൾ ഈമാൻ വർദ്ധിക്കും തോറും അസ്ബാബിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഈമാന്റെ കാര്യത്തിൽ 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് ഒറ്റയടിക്ക് LKG ജയിക്കുന്നവരാണ് നമ്മൾ. ഇസ്ലാമിൽ നിന്ന് ഈമാനിലെത്തി ഈമാനിൽ ഇഹ്സാനിലെത്തേണ്ടവരാണ്. നമ്മൾ ഈമാൻ ഇഹ്സാനിൽ എത്താൻ സമയം വരുമ്പോഴായിരിക്കും ഒന്നിക്കിലിടക്ക് മലക്ക് കയറി വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് ജിന്ന് കയറി വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇൻസ് കയറി വരും. ആര് കയറി വന്നാലും ശരി 10ാം ക്ലാസ് LKG ജയിക്കും. പിന്നെ വീണ്ടും തുടങ്ങണം ബിസ്മി കൂട്ടിയിട്ട് അൽഫു ഭാഗത്താവും. ഇനി എത്ര കൊല്ലം മെനക്കെട്ടാലോ 10ാം ക്ലാസ്സിലെത്തുക? ബഹുമാനമുള്ളവരെ, നാം നമ്മുടെ മരണത്തിലേക്ക് അടുക്കും തോറും നാം എന്തിലെത്തണം? ഏത് സ്ഥാനത്തെത്തണം? ഇഹ്സാനിലെത്തണം. ഈമാനിൽ, ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാം സാദാ സീതക്കാർ, അവിടെ നിന്നൊരു പടി മുങ്ങിയാൽ ഇഹ്സാൻ, ഈമാൻ. ഹിന്ദുക്കൾക്കും ബാധകമാണ് ഇസ്ലാം, ക്രിസ്ത്യാനികൾക്കും ബാധകമാണ് ഇസ്ലാം, മുസ്ലിമീങ്ങൾക്കും ബാധകമാണ് ഇസ്ലാം. ആർക്കാണ് ഇസ്ലാമിന്റെ നിയമപരിധിയോട് ബുദ്ധിമുട്ടായിരിക്കാൻ? നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തെ പറ്റി എത്ര സുന്ദരമായിട്ടാണ് സംസാരിച്ചത്. നാട്ടിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തെ പറ്റിയും അങ്ങനെ ഒരു ഫണ്ടിനെ പറ്റിയും ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതേപോലെ തന്നെ ഓരോ വിഷയത്തിനൊടുക്കി മനുഷ്യന്റെ ഈ മോറൽ സൈഡ് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഇസ്ലാമിക സംവിധാനത്തെ പറ്റി രാജകീയ സംഭാഷണം എന്ന് വെച്ചാൽ ഇസ്ലാം എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഇസ്ലാമിൽ നിന്ന് പുരോഗതി ഈമാനിലെത്തണം. ഈമാൻ എല്ലാവർക്കും ഉള്ളതല്ല, ഹിദായത്ത് നസീബായവർക്കുള്ളതാണ്. ഈമാനിലും നിൽക്കാൻ പറ്റൂല. ഈമാൻ പുരോഗതി പ്രാപിച്ച് എവിടെ എത്തണം? ഇഹ്സാനിലെത്തണം. എന്താണ് ഇഹ്സാൻ? ലൈസ ബൈനി വബൈന റബ്ബി ഷൈ. എൻ്റെ റബ്ബിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഇടപെടാൻ പറ്റൂല. ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ അള്ളാഹ് ഇടപെടുന്നവരെ ഞാൻ കാത്തിരിക്കും. അഥവാ ഇടപെട്ടിട്ടില്ലെങ്കിലോ ഞാൻ അങ്ങനെ തന്നെ മരിച്ചു കൊടുക്കും. എന്നിട്ടോ എൻ്റെ പ്രശ്നവുമായിട്ട് ഞാൻ നാളെ ആഖിറത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും. എന്നിട്ട് ഞാൻ എൻ്റെ പ്രശ്നം അള്ളാഹുവിനോട് പറയും. അള്ളാഹ്, ഇന്ന രോഗം നീ എനിക്ക് തന്നു, ഞാൻ നീ അല്ലാത്തവരാരെയും ആശ്രയിച്ചില്ല, നീ അനുവദിച്ചതും ഞാൻ ആശ്രയിച്ചില്ല. എന്തുകൊണ്ട്? അനുവദിച്ച കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് നിന്നെ മതി. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതുകൊണ്ട് നല്ല മരുന്ന് നിഷേധിച്ചിട്ടല്ല,
ഞാൻ ആ ദർജയിൽ നിന്ന് വിടാൻ ആഗ്രഹിക്കുന്നു. അസ്ബാബുകൾ ഇല്ലാതെ തന്നെ നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ ആളാവണം, നിന്റെ അഹിലാവണം, നിന്റെ സ്വന്തക്കാരൻ. നീ സ്വന്തക്കാരനാകൽ എപ്പോഴാണ്? പറഞ്ഞല്ലോ അല്ലാഹു തആല സ്വന്തക്കാരനാക്കൽ എപ്പോഴാണെന്ന്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സ്വന്തക്കാരനാണ്. ഒരുപാട് ഇബ്രാഹിം അള്ളാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഇബ്രാഹിമിനെ. പെട്ടെന്നങ്ങ് ഖലീലാക്കുകയല്ല, പെട്ടെന്നങ്ങ് കൂട്ടുകാരനാക്കുകയല്ല. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഫസ്റ്റ് റാങ്കോടെ വിജയിച്ച് അവസാനത്തെ പരീക്ഷയിലും ജയിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ഇനി നീ എന്റേതാണ്. അതുവരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്റേതാണെന്ന് പറഞ്ഞില്ല. അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ പരീക്ഷിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ എന്താണ്? ഇസ്മായിൽ. ഒരു മോനെ കൊടുത്തു. എന്തിനാ മോനെ കൊടുത്തത്? ഇബ്രാഹിം മോനിൽ ആശ്രയിക്കുന്നുണ്ടോ നോക്കാൻ. ഏതൊരു മക്കളെ ആശ്രയിക്കുക സ്വാഭാവികമാണല്ലോ. വളർന്നു വരുന്ന മക്കളെ നോക്കിയിട്ട് ഏതൊരു ഉപ്പയെ ആശ്രയിക്കുമല്ലോ സ്വാഭാവികമായും. ഒരു കൈ പിടിക്കാൻ എനിക്ക് താങ്ങായിട്ട് എൻ്റെ മോൻ വളരുന്നുണ്ട്, സ്വാഭാവികം. എല്ലാവരും ചിന്തിക്കുന്ന ഒരു സാധാ സീതാ ഉപ്പ ചിന്തിക്കുന്ന വിഷയമാണത്. പക്ഷെ ഇബ്രാഹിം എത്ര ചിന്തിച്ചൂടാ? കാരണം ഇബ്രാഹിം അള്ളാഹുമായിട്ട് അടുപ്പം അങ്ങനെയാണ്. അള്ളാഹുവുമായിട്ട് അകലും തോറും അസ്ബാബുകളുടെ സ്വാധീനം കൂടും. അള്ളാഹുവായിട്ട് അടുക്കും തോറും അസ്ബാബുകളുടെ സ്വാധീനം കുറയണം. അതാണ്. പിന്നെ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്താ? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് മരണവും ജീവിതവും അള്ളാഹു സംവിധാനിച്ചത്? നിങ്ങളെ കൂട്ടത്തിൽ മുഹ്സിനീങ്ങൾ ആരാണെന്ന് പരീക്ഷിക്കാനാണ്. മുഅ്മിനീങ്ങൾ ആരാണെന്ന് പരീക്ഷിക്കാനല്ല, മുസ്ലിമീങ്ങൾ ആരാണെന്ന് പരീക്ഷിക്കാനും അല്ല, മുഹ്സിനീങ്ങൾ ആരാണെന്ന് പരീക്ഷിക്കാൻ. എന്താണ് ഇഹ്സാൻ? ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ. ഞാനും എൻ്റെ റബ്ബും മാത്രം. അതിൻ്റെ ഇടയിൽ വേറെ ആരും കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ ഇസ്മായിലോട് ചെറിയൊരു താല്പര്യം വന്നുകൂടി. ഇസ്മായിലിനെ കാണാനൊരാശ. സിറിയയിലാണ് ഇബ്രാഹിം നബി ഉള്ളത്, മക്കത്താണ് ഇസ്മായിലും ഉമ്മ ഹാജറായും ഉള്ളത് അലൈഹിമുസ്സലാത്തു വസ്സലാം. പക്ഷെ ഇബ്രാഹിമിന് ഇടക്കിടക്കൊക്കെ മോനെ കാണാനൊരാശ സ്വാഭാവികം, ഒരു ബാപ്പാക്ക് ഉണ്ടാകും. പക്ഷേ അല്ലാഹു തആല ഒരാളെ സ്നേഹിച്ചാൽ ഇടക്കാര് വന്നാലും ശരി അതിന് അല്ലാഹു തആല തള്ളിക്കളയും. ഒരടിമയെ അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ ആ അടിമന്റെ അള്ളാന്റെ ഇടയിൽ സമ്പത്ത് തടസ്സമാവുന്നുണ്ടെന്ന് കണ്ടാൽ അള്ളാഹു എന്ത് ചെയ്യും? ആ സമ്പത്ത് നീക്കിക്കളയും. എന്നിട്ട് ആ അടിമയെ അള്ളാഹു സ്വന്തമാക്കും. ഭാര്യ തടസ്സമാകുന്നുണ്ടെന്ന് കണ്ടാൽ അള്ളാഹു ആ ഭാര്യയെ നീക്കിക്കളയും. എന്നിട്ട് ആ അടിമയെ അള്ളാഹ് സ്വന്തമാക്കും. അധികാരം തടസ്സമാകുന്നുണ്ടെന്ന് കണ്ടാൽ അള്ളാഹു അധികാരം മാറ്റും. എന്നിട്ട് അടിമയെ സ്വന്തമാക്കും. അള്ളാന്റെ അടിമന്റെ അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ളാഹ് മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമയുടെയും അള്ളാന്റെ ഇടയിൽ ഒന്നിനെ അള്ളാഹ് നിലനിർത്തൂല. ഐഷത്തു സിദ്ദീഖായക്ക് ഇച്ചിരി കൂടുതൽ സ്നേഹിച്ചു റസൂലുള്ളാഹി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഐഷയോട് വല്ലാത്ത സ്നേഹമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് പുരുഷന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ഇഷ്ടം സിദ്ദീഖിനെയാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ സിദ്ദീഖിന്റെ മോളയുമാണ് അല്ലാഹു റസൂൽ അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. ആയിഷ മനസ്സിൽ സ്നേഹത്തിന്റെ ഒരു പ്രതീകമാകുന്നുണ്ട്. അല്ലാഹു തആലക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സ്നേഹിച്ചാൽ ശരിയാവൂല. സ്നേഹത്തിന് ഒരു മിതത്വം വേണം. അല്ലാഹു സുബ്ഹാനഹു തആല എന്താ ചെയ്തത്? ഒരു മാസത്തേക്ക് ആയിഷാനെ കാണാൻ പറ്റാത്തൊരവസ്ഥ അല്ലാഹു തആല ഉണ്ടാക്കി. മുറൈസി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്താ? അള്ളാഹ്ക്ക് പിറ്റേന്ന് തന്നെ പറഞ്ഞുകൂടായിരുന്നു? അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. ആ ആയത്ത് പിറ്റേന്ന് തന്നെ ഇറക്കിക്കൂടായിരുന്നു? ഒരു മാസം കാത്തു നിൽക്കണോ അള്ളാഹ്ക്ക്? പക്ഷെ അല്ലാഹു തആല എന്താ കാത്തുന്നോ? മുഹമ്മദ് കുറച്ച് ബുദ്ധിമുട്ടട്ടെ. അള്ളാഹ്ക്കൊരു ഇഷ്ടം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകളെ വസ്തുക്കൾ നൽകിയിട്ടും ഷഹവാത്ത് ലദ്ദാത്തുകൾ നൽകിയിട്ടും സന്തോഷിപ്പിക്കാനല്ല അള്ളാഹിന്റെ രീതി, മറിച്ച് നോവിച്ചിട്ട് സന്തോഷിപ്പിക്കാൻ അള്ളാഹു തആലയുടെ രീതി. ഇത് എപ്പോഴും അള്ളാഹു സ്വീകരിക്കുന്ന രീതി നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ മനസ്സിലാകുക. അതിനാണ് നാം ഗ്രന്ഥപാരായണം നടത്തേണ്ടത്, അതിനാണ് നാം പരിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത്, അതിനാണ് നാം ഹദീസുകൾ പഠിക്കേണ്ടത്. അഹ്കാമുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അഖ്ബാറുകളാണ് കൂടുതലുള്ളത്. ഖുർആനിൽ അഖ്ബാറുകളാണ് കൂടുതലുള്ളത്, ഹദീസിൽ അഖ്ബാറുകളാണ് കൂടുതലുള്ളത്. എന്തിനാ? അള്ളാന്റെ ഇടപെടലുകളെ പറ്റി നമുക്ക് യഖീൻ വരാൻ. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു ഇബ്രാഹിമിനോട്, ഓ ഇബ്രാഹിം, മോനെ അറുക്കണം, മോൻ വേണ്ട. എന്താ? അള്ളാഹു തആല രക്തദാഹിയാണോ? മാംസദാഹിയാണോ? ഇസ്മായിലിന്റെ ഇറച്ചി കിട്ടിയിട്ട് അള്ളാഹ്ക്ക് എന്താ നേടം? ഇല്ല. അള്ളാഹു തആലക്ക് ആവശ്യം ഇബ്രാഹിമിനെയാണ്, ഇസ്മായിലിനെ അല്ല. അള്ളാഹ്ക്ക് ആവശ്യം ഇബ്രാഹിമിനെയാണ്, ഇസ്മായിലിനെ അല്ല. അള്ളാഹ്ക്ക് സ്വന്തമാക്കേണ്ട ഇബ്രാഹിമിന് മകൻ തടസ്സമാണെങ്കിൽ ആ മകനെ നീക്കം ചെയ്യുക. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ഇബ്രാഹിം മക്കത്തേക്ക് വന്നു. മോനെയും കൂട്ടിയിട്ട് മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിലെത്തി. മോനോട് കഥകൾ മുഴുവനും പറഞ്ഞു. മോനെ ഇങ്ങനെയൊക്കെ ആക്കി വിഷയങ്ങളുള്ളത്. അതുകൊണ്ട് ബാപ്പ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? പറ. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക്. നിന്നെ അറുക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, സ്വപ്നത്തിലൂടെ വഹയുണ്ട്. ഫൻദുർ മാദാ തറ. നിനക്ക് പറയാനുള്ളത് നീ പറ മോനെ, നിന്റെ അഭിപ്രായം നീ പറ. തീർച്ചയായിട്ടും 10 ഗുണം 10 ഗുണമല്ലേ?
ആ ഉപ്പാക്ക് ജനിച്ച മോനല്ലേ, തീയിൽ മുളച്ചത് ഒരിക്കലും വെയിലത്ത് വാടിപ്പോകില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ മകൻ പറഞ്ഞ മറുപടി, യാ അബതിഫ് അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരി. ഇല്ല വാപ്പ, എന്റെ കാണത്താൽ നിങ്ങൾക്ക് അല്ലാഹ് നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ കാണത്താൽ പാപ്പാക്ക് അല്ലാഹ് നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ കാണത്താൽ അള്ളാഹുമായിട്ടുള്ള ഖലീലിയത്ത് ഖുല്ലത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു കൂട്ടുകാരനാക്കാൻ തീരുമാനിച്ച ബാപ്പ ഞാൻ തടസ്സമാകാൻ പാടില്ല. ബാപ്പ ഞാൻ നിന്ന് തരാം, ഞാൻ എന്റെ കഴുത്ത് കാണിച്ചു തരാം, ബാപ്പ ധൈര്യമായിട്ട് അറുത്തോളി. ഒരിക്കലും ബാപ്പാക്ക് ഞാൻ കാണത്താൽ ഒരു ബുദ്ധിമുട്ടും അള്ളാന്റെ മുമ്പിൽ വരാൻ പാടില്ല. അറുത്തോളി ബാപ്പ. ശരി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടിയിട്ട് പ്രാഥമിക നടപടികൾ ആരംഭിക്കലായി. രണ്ട് കാൽ, വലത്തെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച്, രണ്ട് കൈയും കുടുമയും ഒരു കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് അറുക്കാൻ മെനക്കെട്ടപ്പോൾ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ നിർദ്ദേശം വന്നു, ഓ ഇബ്രാഹിം, മതി, ഇനി അറുക്കണ്ട. എനിക്ക് ഇസ്മായിലിന്റെ ഇറച്ചി വേണ്ട, എനിക്ക് ഇസ്മായിലിന്റെ രക്തം വേണ്ട, എനിക്ക് നിന്നെയാണ് വേണ്ടത്. നീ എന്റേതാണ്, എനിക്ക് ബോധ്യപ്പെട്ടു ഈ അറുക്കാൻ മെനക്കെടുക വഴി. അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ. എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇപ്പോൾ ഇബ്രാഹിം ഇഹ്സാന്റെ ദർജയിലെത്തി. അതുവരെയും പരീക്ഷണം. ഇതാണ് സുഹൃത്തുക്കളെ മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ. അതുകൊണ്ട് വസ്തുക്കൾ അത് അള്ളാഹ്ക്ക് ഷർത്താണ്, നിബന്ധനയാണ്, നിർബന്ധമാണ് എന്നൊന്നായിരിക്കും തോന്നിപ്പോവാൻ പാടില്ല. വസ്തുക്കൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. വസ്തുക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് അടിമകളുടെ കാര്യത്തിൽ ഇടപെടുക എന്നതാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന അവസാനത്തെ പോയിന്റ്. അതിൽ ജയിക്കലാണ് ഇഹ്സാൻ. ആ ഇഹ്സാനാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് 70,000 പേര് സ്വർഗത്തിലേക്ക് പോകും, ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. അവർക്ക് അദാബും ഇല്ല, ഹിസാബും ഇല്ല. അവരാരാന്നറിയുമോ? ലാ യക്തവൂൻ. അവർ കരിക്കൽ ചികിത്സ നടത്തുകയില്ല. എന്ന് വെച്ചാൽ വൈദ്യന്മാരെ നിർദ്ദേശിക്കുന്ന എല്ലാ ചികിത്സയും രോഗശമനത്തിന് അവർ ഉപയോഗിക്കൂല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അനുവദിക്കപ്പെട്ടാലും ശരി, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്താണെങ്കിൽ ആ ചികിത്സ അവർ തള്ളും. എന്നിട്ട് അള്ളാഹിനെ അവർ പിടിക്കും. വലാ യസ്തർഖൂൻ. അവർ മന്ത്രം ആവശ്യപ്പെടുകയില്ല. ലാ യസ്തർഖൂൻ, ലാ യർഖൂൻ എന്നല്ല, ലാ യസ്തർഖൂൻ. അവർ മന്ത്രിക്കൂല എന്നല്ല, അവർ മന്ത്രം ആവശ്യപ്പെടുകയില്ല. മന്ത്രവാദികളെടുത്ത് പോയിട്ട് ഒന്ന് ദ്വാ ചെയ്യ്, അല്ലെങ്കിൽ ഒന്ന് മന്ത്രിക്ക്, തങ്ങളെ ഒരു ഫാത്തിഹ ഓതിട്ടൊന്ന് ഉദിത്ത എന്ന് പറയില്ല അവർ. അപ്പോൾ പിന്നെ മന്ത്രിക്കാനുള്ള കേന്ദ്രങ്ങൾ അത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. മന്ത്രിക്കാനുള്ള സെന്ററുകൾ അത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. അത് സാദാ സീദാ മുസ്ലിമീങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. നമ്മൾ തറക്കി, ഞാനതാ നേരത്തെ പറഞ്ഞത്, LKG UKG പാസ്സാകണം, UKG 1ാം ക്ലാസ്സിലെത്തണം, 1ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലെത്തണം, 10ാം ക്ലാസ്സിൽ നിന്ന് 12ാം ക്ലാസ്സിലെത്തണം, അവസാനം ഇഹ്സാനിലെത്തണം, ഡയറക്റ്റ് അള്ളാഹുമായിട്ട് ബന്ധപ്പെടണം. നമ്മൾ 1 2 2 10 10 നേരെ വീണ്ടും 1 അത് പറ്റൂല എന്നാ പറഞ്ഞത്. അത് പറ്റൂല. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചെറുപ്പക്കാരനോട് എന്റെ കാര്യം ഒന്ന് രാജാവോട് പറയണമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഗവൺമെന്റ് UAE-ലോ അല്ലെങ്കിൽ അതുപോലെ സ്ഥലത്തോ ജയിലിൽ കഴിയാൻ എന്തോ കാരണത്താൽ, അതൊക്കെ കാരണം ഇല്ലാണ്ട് എന്തോ അല്ലാഹു അലം, അത് ഒരാളെ കണ്ടുമുട്ടി, അയാളോട് പറഞ്ഞു, നീ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കണോടോ, ഞാൻ ഇങ്ങനെ ജയിലിലുള്ളത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇതിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ആ പറയപ്പെട്ടവർ ഒരു അദൃശ്യ ശക്തിയല്ല. അയാളുടെ 3 വിഷയങ്ങൾ ഇയാൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്താണ് 3 വിഷയങ്ങൾ? 1, അയാൾ ഉപയോഗിക്കുന്ന അസ്ബാബുകൾ, കടലാസ്, പേന, എഴുത്ത്, അപേക്ഷ. 2, ആലാത്തുകൾ, ഉപകരണങ്ങൾ. അയാൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്താണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. 3ാമത്തത് ജവാരിഹികൾ, അയാൾ ഈ വിഷയത്തിൽ ഉപയോഗിക്കുന്ന അയാളെ അവയവങ്ങൾ, അതിനെപ്പറ്റി നല്ല ബോധം എനിക്കുണ്ട്. ഇത് 3 ഒരുമിച്ച് കൂടുമ്പോഴാണ് അയാളെ കഴിവ് ഞാൻ ഉപയോഗപ്പെടുത്തുക. ഇത് 3 അറിയാതെ എങ്ങനെയാണ് കഴിവ് ഉപയോഗപ്പെടുത്തുക? ഒരു മലക്ക് എന്ത് ഉപകരണം ഉപയോഗിക്കുക നമുക്ക് എന്താ അറിയാം? അവരുപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ് നമുക്ക് എന്താ അറിയാം? അവരുടെ അവയവങ്ങൾ എങ്ങനെയാണ് നമുക്ക് എങ്ങനെ അറിയാം? ഒരു ജിന്ന് അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താ നമുക്ക് എങ്ങനെ അറിയാം? അവർ ഉപയോഗിക്കുന്ന ഉപകരണം നമുക്ക് എങ്ങനെ അറിയുക? അവരുടെ ഏത് അവയവവും അവരുടെ അവയവം എങ്ങനെയാണ് നമുക്ക് എങ്ങനെ അറിയാം? അവർ കൈ കൊണ്ടാണോ തേങ്ങ വരിക്കുക, കാലുകൊണ്ടാണോ തേങ്ങ വരിക്കുക, വായു കൊണ്ടാണോ തേങ്ങ വരിക്കുക, മാവ് കൊണ്ടാണോ തേങ്ങ വരിക്കുക? നമുക്കറിയില്ല, നമുക്ക് അറിയിച്ചു തന്നിട്ടുമില്ല. അപ്പോൾ അസ്ബാബുകളെയോ ആലാത്തുകളെയോ അളവുകളെയോ പരിചയമില്ലാത്ത ഒരാളോട് ഭൗതിക സഹായമായാലും ചെയ്യൽ എങ്ങനെ? ഇതാണ് വിഷയം. ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം വിഷയം തന്നെയാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. അത് വിഷയം അല്ലാതെ തള്ളാൻ പറ്റില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം വിഷയം തന്നെയാണ്. കാരണം മുഅ്മിൻ ഇസ്ലാമിൽ നിന്ന് തറക്കി ചെയ്ത് ഈമാനിലെത്തണം, ഈമാൻ തറക്കി ചെയ്ത് ഇഹ്സാനിലെത്തണം. ഇഹ്സാനിലെത്തുമ്പോഴേക്ക് അനുവദിക്കപ്പെട്ട അസ്ബാബ് പോലും അവന്റെ അള്ളാന്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ അവൻ മുഹ്സിനാവണം.
അപ്പൊ ജയിച്ചു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ രാജാവോട് എന്റെ കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള അനുവദനീയമാണ്. പക്ഷെ ബഹുമാനപ്പെട്ട യൂസുഫ് നബിയാ, അള്ളാഹു പ്രത്യേകമായ അറിവും പഠിപ്പിച്ചു കൊടുത്ത ആളാണ്. അത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ കാര്യം പറയണമെന്ന് പറഞ്ഞത് അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്തു അള്ളാഹു തആല? ഖുർആൻ എന്താ പറഞ്ഞത്? ചെറുപ്പക്കാരനെ മറപ്പിച്ചു കളഞ്ഞു. ചെറുപ്പക്കാരൻ മറന്നുപോയി. ഈ കഥയെ ഓർമ്മയില്ല, യൂസുഫിന്റെ കഥയെ ഓർമ്മയില്ല അയാൾക്ക്. അയാൾ കൊട്ടാരത്തിലേക്ക് ജോലി തിരിച്ചു കിട്ടി. ചരിത്രം മുഴുവൻ പറഞ്ഞിടത്ത് ഇപ്പം തന്നെ സമയം അങ്ങ് ഓടുക. ചരിത്രം മുഴുവനും പറയാൻ നേരെയില്ല, വിശദീകരിച്ച് പറയാൻ. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ സംഭവത്തിൻ്റെ 5-ാമത്തെ രംഗം അരങ്ങേറുന്നത് കൊട്ടാരത്തിലാണ്. രാജാവ് ഒരു സ്വപ്നം കാണുന്നു. അറിയാലോ, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മന്ത്രിസഭ വിളിച്ചു കൂട്ടിയിട്ട് അയാൾ ചർച്ച ചെയ്യുന്നു. ആർക്കും ഒരു പിടുത്തവുമില്ല. വിദ്വാൻമാരെ കൂട്ടിക്കൊണ്ടിട്ട് ചോദിക്കുന്നു, അവർക്കും ഒരു പിടുത്തമില്ല. അവർക്ക് മദ്യം വിളമ്പി കൊടുക്കുന്നു പഴയ ചെറുപ്പക്കാരൻ. കൊല്ലം 5-6 കഴിഞ്ഞു, 5-6 കൊല്ലം കഴിഞ്ഞു. ആ പഴയ ചെറുപ്പക്കാരന്റെ ജോലി എന്താണ്? മദ്യം വിളമ്പി കൊടുക്കല്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരിക്കുന്ന ഭരണകൂടമാണോ? അല്ല, അല്ല, ഒരു ഭൗതിക ഭരണകൂടം. അതിന് മന്ത്രിയാവാൻ ആര് തയ്യാറായി? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അവനൊക്കെ കിട്ടുന്ന റോൾ അവനോ ഭംഗിയായിട്ട് പൂർത്തിയാക്കി കൊടുക്കുക. പിടിച്ചെറ്റുന്ന പരിപാടിയൊന്നുമില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പഴയ കൂട്ടുകാരനായ ചെറുപ്പക്കാരന് ആ സമയത്താണ് യൂസുഫിനെ ഓർമ്മ വരുന്നത്, അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. അതാണ് അള്ളാഹു നടത്തുന്ന രീതി. അള്ളാഹു പ്രശ്നങ്ങൾ നടത്തുന്ന രീതി അതാണ്. അള്ളാഹു പ്രശ്നത്തിൽ ഇടപെടുന്ന രീതി അതാണ്. ഇതിൽ ഇടപെട്ടത് ചെറുപ്പക്കാരനോ അല്ല, രാജാവോ അല്ല, യൂസുഫോ അല്ല, പിന്നെ അല്ലാഹ്. അതാണ് നമ്മളെ ഈമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹ് ഇടപെടുന്ന രീതിയാണ് അള്ളാഹ് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ അള്ളാഹിനെ മാറ്റിയിട്ട് മറ്റുള്ള ആളെ ഇടപെടിക്കാൻ തുടങ്ങിയാൽ നമ്മളും അതേപോലത്തെ ആൾക്കാരെ നോക്കി നടക്കും. പിന്നെ നമ്മളെ ചർച്ചയിലും അള്ളാഹ് ഉണ്ടാവില്ല. അള്ളാഹു അല്ലാത്തൊരു മഖ്ലൂക്ക് ചർച്ചയിൽ വരുന്ന പ്രശ്നമില്ല. അത് നബി വലൗ കാന നബിയൻ ഔ റസൂലൻ ഔ വലിയൻ ഔ മലക്കൻ ഔ ജിന്നൻ ഔ ബശറൻ, ആരാനും ശരി, അള്ളാഹു അല്ലാത്തൊന്നും ചർച്ചയിൽ വരുന്ന പ്രശ്നമില്ല. ഒരു മൂമിനായ മനുഷ്യൻ, എടാ നീ നാട്ടിൽ പോയിട്ട് എന്നുള്ള വിഷയം, എന്റെ ബാപ്പാക്ക് സുഖമില്ലാന്ന് കേട്ടല്ലോ. അതെ, എൻ്റെ ബാപ്പാന്റെ അസുഖം അള്ളാഹു മാറ്റി തന്നു. ഒരു മൂമിന്റെ വർത്താനം അങ്ങനെ ആയിരിക്കണം. എൻ്റെ ബാപ്പാനെ ഞാൻ ഇന്ന ഡോക്ടറെ കൊണ്ടുപോയി, ആ ഡോക്ടർ നോക്കി അൽഹംദുലില്ലാ സുഖമായി. ഇല്ല, അങ്ങനെയല്ല. എൻ്റെ ബാപ്പാന്റെ സൂക്കട് അള്ളാഹു മാറ്റി. നീ എന്താ ചെയ്തത്? ഓ, ഞാനൊരു ആശുപത്രി കാണിച്ചു. അല്ല, കാണിച്ചില്ല, തീർന്ന വിഷയം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സകല വിഷയത്തിലും ഇടപെടുന്നവൻ ആരാണ്? അല്ലാഹ്. സകല വിഷയത്തിലും, സകല വിഷയത്തിലും ഇടപെടുന്നവൻ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുന്നതിന് അടിമകൾ ചെയ്യേണ്ട ജോലി എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അടിമകളുടെ വകയാണോ ഇടപെടിപ്പിക്കേണ്ടത്, അതോ മുഹമ്മദുർ റസൂൽ അനുസരിച്ചാണോ? മുഹമ്മദ് റസൂൽ അനുസരിച്ച്, മുഹമ്മദ് റസൂൽ അനുസരിച്ച്. ആ വിഷയത്തിൽ അള്ളാഹിനെ ഇടപെടിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മുഹമ്മദ് റസൂൽ എന്താ പറഞ്ഞത് നോക്കണം, അത് ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിൽ ഇടപെട്ടില്ലെങ്കിലോ ഇടപെടുന്നവരെ കാത്തിരിക്കണം. കാത്തിരുന്നിട്ടും ഇടപെട്ടിട്ടില്ലെങ്കിലോ മരിക്കുന്നവരെ കാത്തിരിക്കണം. എന്നിട്ടും ഇടപെട്ടിട്ടില്ലെങ്കിലോ മരിക്കണം സമയത്തുമ്പോ. എന്നിട്ട് ആ പ്രശ്നവുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം. എന്നാലും ശരി, അനധികൃതമായ വഴി സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അതാണ് ഈമാൻ. എന്നാലേ ഈമാനാവുള്ളൂ. ഇത് കുറെ മന്ത്രിച്ചു നോക്കി, കുറെ ചികിത്സിച്ചു നോക്കി, ശരിയായില്ല. കുറെ ഒരു മുവഹിദിന്റെ റുഖിയ ശരിയെ നോക്കി, അതും ശരിയായില്ല. പിന്നെ ഒരു മുസ്ലിയാരുടെ മന്ത്രവാദം നോക്കി, അതും ശരിയായില്ല. പിന്നെ പോണ്ടി വന്നു ഉസ്താദെ ഒരു മന്ത്രവാദിന്റെ അടുത്തേക്ക്, അമ്പലത്തിലേക്ക്. ഇപ്പൊ ശരിയായി. എന്താണ് ഇപ്പൊ ശരിയായി. അപ്പൊ അള്ളാഹു തആല സുഖാക്കി. നീ പോയതോ ജോത്സ്യന്റെ അടുത്തേക്ക്. അപ്പൊ മുഹമ്മദ് റസൂൽ ശരിയായില്ല. മുഹമ്മദ് റസൂൽ ശരിയാകാതെ വരുമ്പോൾ നിന്റെ ഈമാൻ പകുതിയായി. ഈമാൻ പകുതിയാകുമ്പോൾ ഫുള്ളായിട്ട് പോയി. ഫുള്ളായിട്ട് പോയാൽ ഒന്നിക്ക് നിന്റെ ഈമാൻ ഡിസ്മിസായി, അല്ലെങ്കിൽ നിന്റെ ഈമാൻ സസ്പെൻഡായി. ഖാലിദുൻ ഫിന്നാർ, ശാശ്വതമായി നരകത്തിലെ. ഇതാണ് വിഷയം. അപ്പൊ മോമിനിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഇടപെടലുകളിൽ നിന്ന് ഒരു കാരണവശാലും നമുക്ക് മാറിക്കൂടാ. അള്ളാഹു ഇടപെടുന്ന രീതിയോ അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇന്ന് പറഞ്ഞത് നാളെ തന്നെ അള്ളാഹ് ഇടപെട്ടോളന്നില്ല, അത് അള്ളാന്റെ രീതിക്കെതിരാണ്. അള്ളാഹ് എപ്പോഴാണോ ഇടപെടുന്നത് അതുവരെ കാത്തിരിക്കുക. എന്തുകൊണ്ട്? ഞാൻ അബ്ദാൻ, അവൻ മഅബൂദാൻ. അതുകൊണ്ട്
അബദിന്റെ ജോലി എന്താ? എപ്പോഴാണോ അള്ളാഹ് ഇടപെടുന്നത് അതുവരെ കാത്തിരിക്കുക. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ്, ഈ കുഫ്രിന്റെ ശക്തികളെ നീ ഒന്ന് കൈകാര്യം ചെയ്യണം. ഫസ്തജാബ ലഹു, അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകി. പിറ്റേന്ന് തന്നെ അല്ല, അല്ലാഹു തആല നൂഹോട് പറഞ്ഞു, നൂഹ്, നീ ഒരു കപ്പൽ ഉണ്ടാക്കണം. എത്ര വർഷം എടുത്ത് കപ്പൽ ഉണ്ടാക്കാൻ? 100 ആണ്ടുകളോളം നീണ്ടു ആ കപ്പൽ പൂർത്തിയാവാൻ. ഇമാം തബരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ കപ്പലിന്റെ വീതി വിസ്താരങ്ങളെ പറ്റി മറ്റും വിശദീകരിക്കുന്നുണ്ട്. നൂഹ് ഒറ്റക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 100 ആണ്ടുകൾ നീണ്ടുന്നു. വെറുതെ 950 കൊല്ലം എണ്ണി തീർക്കാണിപ്പാ. 950 കൊല്ലം എന്താ ജോലി? കപ്പലിന്റെ പണി പൂർത്തിയാക്കി. എന്നിട്ട് അല്ലാഹു തആല ഇടപെട്ടോ? ഇല്ല. രണ്ടാമത്തെ നിർദ്ദേശം എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിച്ചതായ മോമിനീങ്ങളോട് കുടുംബസമേതം ആ കപ്പലിൽ പോയി താമസിക്കാൻ വേണ്ടി പറ. രണ്ടാമത്തെ നടപടി. ശരി, നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയെ പോലെ, അടിമയാണല്ലോ, അബ്ദിയത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാനല്ലേ നൂഹ് നബിയോട് അല്ലാഹു തആല പറയുന്നത്. നൂഹ് നബി സ്വന്തം ബുദ്ധിയും സ്വന്തം ചിന്തയും അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അതോ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ഇത് അള്ളാഹ്ക്ക് അറിയണം. എന്നിട്ടേ നടപടികളൊക്കെ, എന്നിട്ടേ അള്ളാഹ് ഇടപെടുള്ളൂ. ആദ്യം ഈ അപേക്ഷിച്ച അടിമ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കണം. അടിമ ക്വാളിഫൈഡ് ആണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലേ ദുആക്ക് ഉത്തരം കിട്ടുള്ളൂ. എന്നാലേ ദുആക്ക് ഉത്തരം കിട്ടുള്ളൂ. ദുആ ചെയ്തു എന്നുകൊണ്ട് മാത്രം ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ക്വാളിഫൈഡ് ആണ് ഈ അടിമ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതെങ്ങനെയാ? അബ്ദിയത്ത് ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ അള്ളാഹു ചിലതൊക്കെ കളിച്ചെന്ന് വരും. ആ കളിക്ക് നാം നിന്ന് കൊടുക്കണം. ആരെപ്പോലെ നിന്ന് കൊടുക്കണം? നൂഹ് നബി നിന്ന് കൊടുത്തതുപോലെ നിന്ന് കൊടുക്കണം. 72 കുടുംബക്കാർ കപ്പലിൽ താമസമാക്കി. 100 ആണ്ടുകൾ കഴിഞ്ഞു, കപ്പലിൽ തന്നെ താമസിക്കുക, നടപടിയൊന്നുമില്ല. മൂന്നാമത്തെ നിർദ്ദേശം വന്ന നൂഹ് നബിയുടെ ജോലി എന്താ? കാത്തിരിക്കല്. അള്ളാന്റെ ഇടപെട് കാത്തിരിക്കല്. നീ എന്താ ഇടപെടാത്തത് ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? കുല്ലു ദുആഇൻ മുസ്തജാബുൻ മാ ലം യസ്തഇജ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന എപ്പോഴാണ്? തിരക്കാക്കാതിരിക്കുമ്പോൾ. ഞാൻ ദുആ ചെയ്തിട്ട് എന്താ കിട്ടാത്തത്? ഞാൻ കുറെ നാളായി തിരക്കാത്തത്. ഞാൻ ബൈലിന്റെ സദസ്സിൽ വെച്ച് കുറെ ദുആ ചെയ്തൊരു കുഞ്ഞിന് വേണ്ടി അള്ളാഹ് തന്നില്ല. തട്ടാളങ്ങനെ തങ്ങളടുത്ത് പോയിട്ട് പറഞ്ഞു, എന്നിട്ടും തന്നില്ല. പിന്നെ എനിക്കൊരു കുഞ്ഞിനെ കിട്ടി, പുതുപ്പൊന്നാനി മുത്തുബീബിന്റെ അടുത്ത് പോയപ്പോഴാ എന്നൊരു മുസ്ലിമായ പെണ്ണ് പറഞ്ഞാൽ ആ പെണ്ണിന്റെ ഹുക്കം എന്താണ്? മുശ്രിക്കത്തുൻ, അവള് മുശ്രിക്കാണ്. അല്ലെങ്കിൽ പിന്നെ പെണ്ണിന്റെ ഹുക്കം എന്താ? അല്ലെങ്കിൽ പിന്നെ ശിർക്ക് എന്ന് പറഞ്ഞാൽ മണ്ണാങ്കട്ടെ ശിർക്ക്. അവള് ശിർക്കല്ലെങ്കിൽ പിന്നെ ആരാ? വയലിന്റെ മജ്‌ലിസിൽ അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹു ഒരു കുഞ്ഞിനെ തന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് തട്ടാളങ്ങനെ തങ്ങളെടുത്ത് പോയത്, മൂപ്പരും തന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പുതുപ്പൊന്നാനി മുത്തുബീബിന്റെ അടുത്ത് പോയിട്ട് അപേക്ഷ പറഞ്ഞത്. ഇപ്പൊ ഒരു കുഞ്ഞിനെ കിട്ടി. ആര് തന്നത്? പുതുപ്പൊന്നാനി മുത്തുബീബിന്റെ അടുത്ത് പോയി പറഞ്ഞത് കിട്ടി. ഈ പെണ്ണ് മുശ്രിക്കല്ലെങ്കിൽ പിന്നെ ആരാ? എന്തിനാണ് വ്യാഖ്യാനം? അതിനെന്തിനാണ് വ്യാഖ്യാനം? അള്ളാഹു അല്ലാത്തവർ, അതൊരു നബിയായാലും ശരി ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല, ഒരു റസൂലായാലും ശരി ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അതാണല്ലോ നാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ ചരിത്രത്തിന്റെ ബാക്കി. ഓരോന്നും തുടങ്ങും, പകുതിക്ക് നിർത്തുന്നതിന് നാളാന്ന് പറയും. പിന്നെ എപ്പോഴാണാവോ? എന്താണ് ബഹുമാനപ്പെട്ട ഔസ് ബിൻ സാമിത്തിന്റെയും ഖൗലത്ത് ബിൻത് സഅലബാന്റെയും ചരിത്രം നമുക്ക് പഠിക്കാനുള്ളത്? എന്താ പഠിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽക്കിന്റെ ഗുരുകുലത്തിലെ ആദ്യത്തെ ബാച്ചിന് പഠിപ്പിച്ച ഈമാൻ, ആ ഈമാൻ വിജയിക്കുമ്പോൾ അള്ളാഹ് എത്ര സന്തോഷമായിട്ടാണ് അത് പരസ്യപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ഖൗലത്ത് ബിൻത് സഅലബാനെ അദ്ദേഹം ആ മഹദിയുടെ ഭർത്താവായ ഔസ് ബിൻ സാമിത്ത് ലിഹാർ ചെയ്തു. എന്താണ് ലിഹാർ എന്നൊക്കെ നാം കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ലിഹാർ ചെയ്തു, വിവാഹമോചനത്തിൽ ഏർപ്പെട്ടു, അവർ മാറി താമസിച്ചു. ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് എന്നും പറഞ്ഞിട്ട് ഭർത്താവ് വീണ്ടും വന്നു. നീ എന്നെ തലാഖില്ലിട്ടില്ല, ഞാൻ നിന്നെ തലാഖില്ലിട്ടില്ല, ഞാൻ ലിഹാർ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ ഇപ്പോൾ നിലവിലുള്ള നിയമം തലാഖാണ്. ലിഹാർ എന്നത് പഴയ കാലത്ത് അറബികൾ ഉപയോഗിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് ഔസ് ബിൻ സാമിത്ത് ഖൗലത്തിനടുത്തേക്ക് വന്നപ്പോൾ ഖൗലത്ത് പറഞ്ഞ മറുപടി എന്താ? പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അള്ളാഹുലേക്കും അള്ളാന്റെ റസൂലിലേക്കും തിരിക്കണം എന്നാണ് അള്ളാന്റെ കൽപ്പന. അതുകൊണ്ട് റസൂൽ ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് അഷ്റഫുൽ ഖൽക്കിന്റെ അടുക്കലേക്ക് പോകാം. നമ്മളെന്താ ചെയ്യാ? നമുക്ക് മധ്യസ്ഥം പറയാം. പറയാന്ന് പറയും. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കൂട്ടും മധ്യസ്ഥം പറയാം. എന്നിട്ട് നമ്മുടെ മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് വിധി പറഞ്ഞാൽ നല്ല തീരുമാനം നമ്മൾ പറയും. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായവും വന്നാൽ ഫറുദ്ദുഹു ഇലല്ലാഹി വർ റസൂൽ. അതെ, ഖൗലത്തും ഔസും റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലെത്തി. അഷ്റഫുൽ ഖൽക്കിനോട് പോയിട്ട് പരാതിയായിട്ട് പറഞ്ഞു ഖൗലത്ത് ബിൻത് സഅലബ, യാ റസൂൽ, ആയിഷത്തു സിദ്ദീഖ റിപ്പോർട്ട് ചെയ്യുന്നു, അൻസാരി സ്ത്രീയാണ് ഖൗലത്ത് ബിൻത് സഅലബ. വളരെ ആവേശത്തോടെ ആയിഷ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ വിഷമത്തോടു കൂടിയും ആ പെണ്ണിന്റെ മനസ്സിന്റെ നോവ് ആയിഷയും ഉൾക്കൊള്ളുന്നുണ്ട്.
ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കൽ വന്നിട്ട് ആ സ്ത്രീ പറഞ്ഞത് എന്താണ്? യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തു, ഇസ്ലാമിക ശരീഅത്തിൽ ലിഹാറില്ല എന്നും പറഞ്ഞ് എന്റെ ഭർത്താവ് ഇപ്പോൾ ഒന്നിച്ച് കഴിച്ചുകൂടാൻ വന്നിരിക്കുകയാ, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ നബിയെ? ഞങ്ങൾ ലിഹാറിന്റെ പേരിൽ മാറി നിൽക്കണോ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി, ഖൗല, ഇതുവരെ കിട്ടിയ ഇൽമനുസരിച്ച് നിങ്ങൾ മാറി താമസിക്കണം. നിങ്ങളുടെ ലിഹാർ വിവാഹമോചനത്തിന് തുല്യമാണ്. ഇത് ഉൾക്കൊള്ളാൻ ഖൗലത്തിന് കഴിഞ്ഞില്ല. ഖൗലത്ത് പൊട്ടിത്തെറിച്ചു. ഖൗലത്ത് നിയമം പറയാൻ തുടങ്ങി. ഖൗലത്ത് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അതെന്തിനാ നബിയെ ഞങ്ങൾ മാറി താമസിക്കണം? ഞങ്ങൾ ലിഹാറല്ലേ ചെയ്തിട്ടുള്ളൂ, എന്റെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടില്ലല്ലോ എന്റെ ഭർത്താവ്, പിന്നെന്തിനാണ് മാറി താമസിക്കുന്നത്? ഇസ്ലാമിക ശരീഅത്തെ നിങ്ങൾ പഠിപ്പിച്ചത് തലാഖല്ലേ, എന്റെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടില്ലല്ലോ. ശരിയാണ്, നിയമം പറഞ്ഞ് തർക്കിച്ചത് നമ്മളെ മാതിരി മുഖാമുഖം നടത്തിയതല്ല, മറിച്ച് ആ സ്ത്രീയുടെ വേദന അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചതാണ്. പെണ്ണിന്റെ മനസ്സ് വായിക്കാൻ നന്നായിട്ട് അല്ലാഹുവിന്റെ റസൂലിന് അറിയാം. അഷ്റഫുൽ ഖൽഖ് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഖൗല സമാധാനിക്കിൻ, അള്ളാഹുവിന്റെ ഒരു തീരുമാനം വരുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ ഖൗല സ്വീകരിച്ച നിലപാട് എന്താണ്? അവിടെയാണ് നമ്മുടെ പാഠം, നമ്മുടെ ഈ മഹല്ലു ഷഹാദ അതാണ്. എന്താണ് ഖൗല സ്വീകരിച്ച രീതി? എന്നാ നബിയ, അങ്ങ് നബിയാണ്, അങ്ങ് റസൂലാണ്, എന്റെ കാര്യം ഒന്ന് അള്ളാഹിനോട് പറ. നോ, ഖൗലത്ത് പറഞ്ഞില്ല. തീർച്ചയായിട്ടും ഖൗലത്തിന് പറയാൻ അവകാശമുണ്ട്, തീർച്ചയായിട്ടും അവകാശമുണ്ട്. ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ അള്ളാഹിനോട് പറയാൻ പ്രവാചകനെ ഏൽപ്പിക്കുന്നത് സ്വാഭാവികം. അത് അള്ളാഹ് അനുവദിച്ചതാണ് സഹാബാക്കൾക്ക്. അനസ് ബിൻ മാലിക്കിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, കർഷകരായ ആൾക്കാർ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് വെള്ളമില്ലാത്ത കഥ പറയുന്നു. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മിമ്പറിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്യുന്നു. അപ്പൊ തന്നെ മഴ പെയ്യുന്നു. എന്നിട്ട് പള്ളി ചോരുന്നു. എന്നിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ തലയിൽ വെള്ളം വീഴുന്നു. എന്നിട്ട് താടിയിലൂടെ വെള്ളം ഉറ്റുന്നു. അനസ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം ബുഖാരി, ഇമാം മുസ്ലിം. പിറ്റത്തെ വെള്ളിയാഴ്ച വരെ മഴ നീണ്ടുപോകുന്നു. കർഷകർ വന്നിട്ട് പരാതി വീണ്ടും പറയുന്നു, ഒന്നീ മഴ നിർത്താൻ പറ അള്ളാഹിനോട് എന്ന്. അള്ളാഹ് റസൂലിന്റെ കൈ നീട്ടുന്നു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അപ്പൊ തന്നെ മഴ മാറി നിൽക്കുന്നു. റസൂലുള്ളാഹി സഹാബാക്കൾ, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, സഹാബാക്കൾ വെയിലും കൊണ്ട് വന്നു, മഴയും കൊണ്ട് തിരിച്ചുപോയി. കഴിഞ്ഞ ആഴ്ച മഴയും കൊണ്ട് വന്നു, വെയിലും കൊണ്ട് തിരിച്ചുപോയി ഈ ആഴ്ച. ഇത് നേരിട്ട് കാണുകയാണ് സഹാബാക്കൾ. എന്നിട്ടും അഷ്റഫുൽ ഖൽഖിനോട് ഡയറക്റ്റ് എന്റെ പ്രശ്നത്തിൽ പരിഹരിക്കണമെന്ന് ഖൗല പറഞ്ഞില്ല. എന്റെ കഥയൊന്നും അള്ളാഹിനോട് പറയണമെന്ന് ഖൗലത്ത് പറഞ്ഞില്ല. എന്താ? അഷ്റഫുൽ ഖൽഖിനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? വിശ്വാസം ഡബിൾ ആയതുകൊണ്ട്. കാരണം ആ അള്ളാഹ് റസൂൽ പഠിപ്പിച്ചത് ഇദാ സഅൽത ഫസ്അലില്ല, എന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അള്ളാഹിനോട് വേണം ചോദിക്കാൻ. ഇത് ബാലപാഠമാണ് ഈമാന്റെ. കുട്ടികൾക്ക് വരെ അള്ളാഹ് റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി അതാണ്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഖൗലത്ത് നടപ്പിലാക്കിയത്. അതാണ് അള്ളാഹ്ക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടത്. ബഹുമാനപ്പെട്ട ഖൗല മാറി നിന്നു, രണ്ട് കൈ അള്ളാഹുലേക്ക് നീട്ടിയേ, അള്ളാഹ് എന്റെ പ്രശ്നത്തിൽ നീ ഇടപെടണം. ഔസന്റെ കല്യാണം കഴിച്ചു, ഇപ്പോൾ കുട്ടികളുണ്ടായി, വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് വിഷമം വന്നു, എന്നെ ലിഹാർ ചെയ്തു. നിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിയമം ചോദിച്ച് മസല ചോദിച്ചു വന്നു. നിന്റെ പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഏ അല്ലാഹ്, ഈ കാര്യത്തിൽ നീ ഇടപെട്ടേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ കുടുംബം തൊലഞ്ഞു പോകും. എനിക്ക് അനുകൂലമായിട്ടൊരു നിയമം നിന്റെ പ്രവാചകനെ നീ അറിയിക്കണം. ഔസ് ബിൻ സാമിത്തിന് എന്നോടൊപ്പം കഴിഞ്ഞുകൂടാൻ വ്യവസ്ഥ ഉണ്ടാക്കി തരണം. ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോകും. ആരോട്? കരച്ചിന് മുഴുവൻ ആരോട്? അള്ളാഹുവിനോട്. പരാതി ആരോട്? അള്ളാഹുവിനോട്. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അപ്പുറത്തിരിക്കുന്ന സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ കാണണം നമ്മൾ ഈ വിഷയം. ദാ മറകളില്ലാതെ, ഹിജാബുകളില്ലാതെ, മറകൾ തട്ടി തകർത്ത് 7 ആകാശങ്ങളും വിട്ട് അർശിലെത്തി ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ ഖൗലത്ത് ബിന്തു സഅലബാന്റെ പരാതി എത്തി. മറുപടിയായിട്ടാ വരുന്നു ജിബ്രീൽ. പെട്ടെന്ന് എല്ലാം നമ്മൾ എന്താ പറയാ, എന്ത് കോടതി എന്നാ പറയാ? അതിവേഗ കോടതി. എല്ലാം എടുത്ത അതിവേഗം. അള്ളാഹുവിന്റെ കാര്യം പെട്ടെന്നാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണം, അള്ളാഹ്ക്ക് അടിമയെ ഇഷ്ടപ്പെടണം. സഹോദരന്മാരെ, പെടണം. എപ്പോഴാണ് പെടുക? ലൈസ ബൈനഹു വ ബൈനഹു ശൈ. അള്ളാഹിന്റെ അടിമന്റെ ഇടയിൽ വേറെ ഒന്നിനെയും അവൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടണം. ആ രീതിയിൽ അള്ളാഹ്ക്ക് ബോധ്യപ്പെടണം. അനുവദിക്കപ്പെട്ട സ്വാബുകളെ അവൻ അംഗീകരിക്കുന്നില്ല, അനുവദിക്കപ്പെടാത്തത് തീരെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്നെ വിശ്വസിച്ച അടിമയെ ഞാൻ ഒരിക്കലും വഴക്കുകയില്ല. അതാണ് അള്ളാഹുവിന്റെ രീതി. അതാണ് അള്ളാഹ് നമുക്ക് പഠിപ്പിക്കുന്ന രീതി. അതിനാണ് ചരിത്രം പഠിപ്പിച്ചിരുന്നത്. ഇതാ വരുന്നു ജിബ്രീൽ. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കൽ വഹയ്യുമായിട്ട് ജിബ്രീൽ സന്തോഷവാനാണ്. റസൂലുള്ളാഹി തങ്ങൾ ആകാംക്ഷാഭരിതനുമാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ
ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എന്താ വേണ്ട സുഹൃത്തുക്കളെ? എന്തിനു വേണ്ടത്? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സുഹൃത്ത്. 3-ാമത്തെ ജുസിന്റെ തല. ഖദ് സമിഅ അല്ലാഹ്, ഖദ് സമിഅ, ഖദ് സമിഅ അല്ലാഹ്. തീർച്ചയായും അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ് നബിയെ, അല്ലാഹു പരിഗണിച്ചിരിക്കുകയാണ് നബിയെ, അല്ലാഹു കേട്ട് ഉത്തരം നൽകാൻ പോവുകയാണ് നബിയെ. എന്ത്? ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, ഖൗലല്ലതി, ഒരു പെണ്ണിന്റെ പരാതി ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് നബിയെ. എന്താ ഇത് കഥ? ഒരു പെണ്ണിന്റെ പരാതി ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് നബിയെ. ഏതാണ് ആ പെണ്ണെന്നറിയോ? ആ പെണ്ണ് ഏതാണെന്ന് അറിയുമോ? തുജാദിലുക ഫീ സൗജിഹാ. കുറച്ചു നേരത്തെ ഭർത്താവിന്റെ കാര്യത്തിൽ നിയമം പറഞ്ഞ് നിങ്ങളോട് തർക്കിച്ചില്ലേ ഒരു പെണ്ണ്? ആ പെണ്ണിന്റെ കഥ നബിയെ. എന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ ആ പെണ്ണിന്റെ അഡ്രസ്? അള്ളാഹു നബിതങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത അഡ്രസ് ഏതാണ്? അല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ. അള്ളാഹ് നബിതങ്ങൾക്ക് ആ സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, നേരത്തെ ഒരു സ്ത്രീ വന്നിട്ടില്ലേ നിങ്ങളെ മുമ്പിൽ ഭർത്താവിന്റെ കാര്യം പറഞ്ഞിട്ട്, ഭർത്താവിന്റെ കാര്യത്തിൽ പരാതിയും പറഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങൾ വകുപ്പ് പറഞ്ഞു, നിയമം പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങളോട് തർക്കിച്ചില്ലേ ആ പെണ്ണ്? ആ പെണ്ണ് എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് നബിയെ. നിങ്ങളോട് നിയമം പറഞ്ഞ് തർക്കിച്ചെങ്കിലും ആ പെണ്ണ് ചെയ്ത് എന്താണെന്നറിയോ നബിയെ? അവക്ക് പറയാനുള്ള പരാതി അവൾ അള്ളാഹിനോട് പറഞ്ഞിരിക്കുകയാണ് നബിയെ. ശിക്കുവ കേട്ടിട്ടുണ്ടല്ലോ? ശിക്കുവ, ഇഷ്ടക്കി പരാതി ബോധിപ്പിക്കുക. അവക്ക് പറയാനുള്ള വിഷയം എന്നോട് പറഞ്ഞിരിക്കുകയാണ് നബിയെ. അവളെ പ്രശ്നം എന്നോട് പറഞ്ഞിരിക്കുകയാണ്, അവളെ പരാതി എന്നോട് പറഞ്ഞിരിക്കുകയാണ്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ. നിങ്ങൾ രണ്ടാളും നടത്തിക്കൊണ്ടിരുന്ന സംഭാഷണം അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നബിയെ. ആ പെണ്ണും നിങ്ങളും ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാഷണം അള്ളാഹു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നബിയെ. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു കേൾക്കുന്നവനാണ് നബിയെ, അള്ളാഹു കാണുന്നവനാണ് നബിയെ. എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ വിളിപ്പിക്കണം, എന്നിട്ട് ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ആരാണ് ആ പെണ്ണ്? നബിയല്ല, വല റസൂലൻ, റസൂലും അല്ല, വല മലക്കൻ, മലക്കുമല്ല, ഒരു സാദാ സീതാ അൻസാരി പെണ്ണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിന് പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ വിളിപ്പിക്കണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ ചെയ്ത കാര്യം നിസ്സാരമല്ല. ഒരു വിവാഹത്തെ തകർത്ത് കളയാന്ന് പറഞ്ഞാൽ നിസ്സാര വിഷയമല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തലാഖിനും നിഹാറിനും ചെന്ന് അവസാനിപ്പിക്കാൻ പറ്റൂല, സഹിച്ചേ പറ്റൂ. തലാഖ് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല, വെറുത്ത കാര്യമാണ്. വിവാഹമോചനം അത്രയും നല്ല കാര്യമല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പണിഷ്മെന്റ് ആവശ്യമാണ് നബിയെ. നിരുപാധികം അവരെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ചു പോകൂടാ, ഒരു പണിഷ്മെന്റ് ആവശ്യമാണ്. അവരെന്നാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു അടിമയെ വില കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിക്കാൻ വേണ്ടി പറ. 40,000 50,000 ദിർഹം വിലയാണ് ഒരു അടിമക്കന്ന്. അത്രയും പൈസ കൊടുത്തിട്ട് ഒരു അടിമയെ വാങ്ങണം, എന്നിട്ട് അവർ മോചിപ്പിക്കണം, എന്നിട്ട് ഭർത്താക്കന്മാർ ജീവിച്ചോളാൻ വേണ്ടി പറ. സാധിച്ചിട്ടില്ലെങ്കിലോ ഫമല്ലം യജിദ് ഫസിയാമു ശഹ്റൈനി മുതതാബിഐനി മിൻ ഖബ്ലി അൻ യതമാസ്സ. അടിമയെ വാങ്ങാൻ കാശില്ലെങ്കിൽ അവരോട് എന്ത് വേണം? 2 മാസം കണ്ടിന്യൂ നോമ്പ് വെക്കാൻ വേണ്ടി പറ. ആരോട്? ഔസ് ബിൻ സാമിത്തിനോട്. 2 മാസം മുതതാബിയായിട്ട് നോമ്പ്, ഇടക്ക് മുറിയാൻ പാടില്ല. ഫമല്ലം യസ്തതി, അതിന് കഴിയില്ലെങ്കിലോ നോമ്പ് വെക്കാൻ കഴിയും. 60 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ, എന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിച്ചോളാൻ വേണ്ടി പറ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താ? ഖിയാമത്ത് നാൾ വരെ ഔസ് ബിൻ സാമിത്തും അതേപോലെ തന്നെ ആ ഖൗലത്ത് ബിൻത് സഅലബിയും ചർച്ചയാണ് അല്ലേ. ആ ഖുർആൻ ഓതുന്ന കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന ആരെയാണ്? ഖൗലത്ത് ബിൻത് സഅലബ അള്ളാഹിനോട് ഡയറക്റ്റ് വിഷയത്തിൽ ഇടപെടിപ്പിച്ച സംഭവമാണ്. ഇത് അഭിമാനത്തോടെ അള്ളാഹ് പറയാൻ കാരണം എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിൽ ആ വെള്ളത്തിന്റെ പ്രശ്നവും ആ കൃഷിയുടെ വിഷയവും വന്നിട്ട് ദരിദ്രന്മാരായ ഗ്രാമീണരായ തൊഴിലാളികൾ, കർഷകർ അഷ്റഫുൽ ഖൽഖിന്റെ മദീന മുനവ്വറിൽ വന്നിട്ട് ഒന്ന് പറ നബിയെ അള്ളാഹിനോട് മഴ പെയ്യിപ്പിക്കാൻ. അള്ളാഹു മഴ പെയ്യിപ്പിച്ചു കൊടുത്തു, പക്ഷെ പരിശുദ്ധ ഖുർആനിൽ പോരിശയായിട്ട് പറഞ്ഞില്ല. പിറ്റേത്താഴ്ച വന്നിട്ട് മഴ പിൻവലിപ്പിച്ചു കൊടുത്തു. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു തആല പരിഗണിക്കും. പ്രവാചകന്റെ വാക്കാണ്. ബിഇദ്നില്ല, അള്ളാഹിന്റെ ഇഷ്ടപ്രകാരം. പ്രവാചകൻ പറഞ്ഞതുകൊണ്ടല്ല, അള്ളാഹിന്റെ ഇഷ്ടം അങ്ങനെയാണ്. എന്നാലും ഇവിടെ ഖൗലത്ത് ബിൻത് സഅലബാനെ പരിഗണിച്ചതുപോലെ ആ കർഷകരെ അള്ളാഹു പരിഗണിച്ചില്ല.
എന്താ കാര്യം? കർഷകർ റസൂലുള്ളാഹി തങ്ങളെ ഇടപെടിപ്പിച്ചിട്ട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അതേസമയം ഖൗലത്ത് ബിൻത് സഅലബ അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. ഇതിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? ഖൗലത്ത് ബിൻത് സഅലബനെയാണ്. ഇതാണ് വിഷയം. ഇത് സാധാരണക്കാരനായ നമ്മുടെ കൈ. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കിപ്പോ ഒറ്റക്ക് കഴിയോ, നമുക്കിപ്പോ അങ്ങനെ സാധിക്കോ, നമുക്ക് പിന്നെ എപ്പോഴാണ് നമ്മൾ ഇഹ്സാനിലെത്തുക? ഇഹ്സാനിലെത്താത്ത കാലത്തോളം വിജയിക്കുന്ന പ്രശ്നമില്ല. ആ നേരത്തെ പറഞ്ഞ 4 കാര്യത്തിൽ ഒന്ന്, അവർ കരിക്കൽ ചികിത്സ നടത്തുകയില്ല, അവയവങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ചികിത്സിക്കുകയില്ല, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. മൂന്നാമത്തെ വിശേഷണം എന്താ? മൂന്നാമത്തെ വിശേഷണം അവർ എന്നാ പറയാൻ, അവര് ഈ പക്ഷിശാസ്ത്രം ജ്യോത്സ്യം നോക്കുകയില്ല. കാറുമായിട്ട് വീട്ടിൽ നിന്ന് ഉപ്പി മോനും പുറപ്പെട്ടു. അപ്പോഴാണ് റോഡ് കുറുകെ ഒരു പൂച്ച ചാടിയത്. ഉപ്പി മോനും തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്താ പാപ്പ? പൂച്ച മുറുകെ ചാടിയടാ, എന്തോ ദുശകുലമുണ്ട്. ഫഖദ് കഫർ. അവന്റെ വിഷയം പൂച്ചയും തമ്മിൽ എന്ത് ബന്ധം? രാവിലെ ഒരു കോഴി ചത്തു, ഉച്ചക്ക് ഒരാടും ചത്തു, വൈകുന്നേരം എരുമീൻ ചത്തു. വീട്ടുകാരനും വീട്ടുകാർക്കും പിറ്റേന്ന് രാവിലെ തങ്ങളെടുത്തേക്ക്, തങ്ങളെ രാവിലെ ഒരു കോഴി ചത്തു, ഉച്ചക്ക് ഒരു ആടും ചത്തു, വൈകുന്നേരം ഒരു എരുമീൻ ചത്തു. എന്താ തങ്ങളെ പ്രശ്നം? തങ്ങളെ വക എന്തോ പ്രശ്നമുണ്ട്. തെക്ക് ഭാഗത്തുള്ള കക്കൂസ് മാറ്റിയിട്ട് വടക്ക് ഭാഗത്താക്കണം, വടക്ക് ഭാഗത്തുള്ള ടാങ്ക് മാറ്റിയിട്ട് കിഴക്ക് ഭാഗത്താക്കണം. എന്താ സംഭവിച്ചിവിടെ? ഇവിടെ കക്കൂസിനും ടാങ്ക് മാറ്റാനും പൈസ ചെലവായത് ദുനിയാവിന്റെ നഷ്ടം, അവന്റെ ഈമാനേ നഷ്ടം. അവന്റെ കഥ തീർന്നു അതോടെ. എന്താ കാര്യം? എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരുത്തനുണ്ടെന്ന് അംഗീകരിക്കലോ? അപ്പണ്ടാ അബൂജഹലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരുത്തനുണ്ടെന്ന്. ഉത്തുബത്തും പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരുത്തനുണ്ടെന്ന്. അപ്പൊ പിന്നെ ഈമാൻ എന്താണ്? അങ്ങനെ ഒരുത്തൻ ഉണ്ടെന്ന് മാത്രമല്ല, അവൻ മാത്രമാണ് എന്റെ കാര്യത്തിൽ ഇടപെടുക. അവനല്ലാത്ത ഒന്നിനും ഇടപെടാനുള്ള ഒരു തരത്തിലുള്ള അവകാശവും അല്ലാഹു തആല വഹിച്ചു കൊടുത്തിട്ടില്ല. ഈമാൻ, സഹീഹായ ഈമാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിലും അള്ളാഹുവാണ് ഇടപെട്ടത് പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് ഞാൻ. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി അള്ളാഹ് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹു തആല ചെറുപ്പക്കാരൻ തോന്നിപ്പിച്ചു കൊടുത്തു. അള്ളാഹ് ഇടപെടേണ്ടെന്ന് തോന്നി, അപ്പൊ ആ ചെറുപ്പക്കാരൻ മറക്കുകയും ചെയ്തു. ഇവിടെ വിഷയം കംപ്ലീറ്റ് വിമക്താരില്ല, അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാ. ചെറുപ്പക്കാരൻ എന്താണ്? രാജാവിന് വിവരം കിട്ടി, ജയിലിൽ ഒരു സ്വപ്നശാസ്ത്രം അറിയുന്ന ഒരാളുണ്ടെന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ചു. പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് യൂസുഫിനെ വിളിച്ചിട്ട് വരണം. യൂസുഫ് എന്നിട്ട് ഒരാളുണ്ട് ജയിലിൽ, അയാൾ വിളിച്ചിട്ട് വരണം. നമ്മൾ പോയിട്ട് യൂസുഫിനെ രാജാവ് വിളിക്കുന്നുണ്ട്. എന്താ കാര്യം? അതൊരു സ്വപ്നം കണ്ടിട്ട് എൻ്റെ വ്യാഖ്യാനം പറയാനാണ്. ഞാൻ എന്തിനാണ് ഇത്രയും കാലം ജയിലിൽ കിടന്നത് എന്ന് 4 ആൾ അറിയണം, എന്നിട്ടേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ രാജാവോട് ഇങ്ങോട്ട് വരാൻ പറ. അള്ളാഹ് അങ്ങനെയാണ് തിരിക്കുക, നേരെ തിരിക്കുക. അള്ളാഹ് എളുപ്പം, അള്ളാഹ് എളുപ്പമുള്ള കാര്യം. അള്ളാഹു ഖദീർ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പോകാൻ തയ്യാറായില്ല. അപ്പൊ രാജാവ് കാര്യം അന്വേഷിച്ചു, എന്താണ് വരാത്തത്? അപ്പൊ എന്തിനാണ് ഫയൽ ഹാജരാക്കാൻ പറഞ്ഞു, ഫയലില്ല. അപ്പൊ ആരാണ് കാരണക്കാരൻ? അസീസാണ് കാരണക്കാരൻ. എന്താ വിഷയം? സുലൈഖ്. എല്ലാം പരസ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിൽ യൂസുഫിനെ അന്ന് മാനസികമായി നോവിച്ചോ, എന്തിന്? അള്ളാന്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് യൂസുഫിനെ പഠിപ്പിക്കാൻ. ഇപ്പൊ യൂസുഫ് പഠിച്ചു, ഇപ്പൊ യൂസുഫ് ധൈര്യവാനാണ്. ധൈര്യമുള്ളപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ വരൂല. ധൈര്യം ഇല്ലാതപ്പോൾ പറഞ്ഞ എന്താ? എന്റെ കാര്യം ഒന്ന് രാജാവോട് പറയണോ? മനസ്സിലാകുന്നുണ്ടോ? വരികൾക്കിടയിൽ ഖുർആൻ വെറുതെ വായിച്ചു തീർക്കരുത്. അള്ളാഹുവിന്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ അല്ലാഹു തആല. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോഴാണ് മലക്ക്, ജിന്ന്, നബി, റസൂല് എന്നിത്യാദി വിഷയങ്ങൾ നമ്മുടെ ചർച്ചയിൽ വരുമ്പോൾ നമ്മളതിനെ തള്ളേണ്ടത്. നമ്മൾ അള്ളാഹുവിനെയാണ് ചർച്ചയിൽ കൊണ്ടുവരേണ്ടത്. ആ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കേണ്ടത് എങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദി റിസാലത്തനുസരിച്ച് അള്ളാഹിനെ ഇടപെടിപ്പിക്കേണ്ടതാണ് മുഹമ്മദ് റിസാലത്ത്. മുഹമ്മദ് നബിനെ ഇടപെടിപ്പിക്കേണ്ടതല്ല മുഹമ്മദ് റിസാലത്ത്. മുഹമ്മദ് റിസാലത്ത് എന്തിനുള്ളതാണ്? അള്ളാഹിനെ ഇടപെടിപ്പിക്കാനുള്ള വഴിയാണത്. ഹിദായത്തുകളാണ് മുഹമ്മദ് റിസാലത്ത്. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പം ധൈര്യം കിട്ടി. ഒന്നുകൂടി പറഞ്ഞോട്ടെ ഇടക്ക്. ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാത്തു വസ്സലാം കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസില്. അപ്പോഴാണ് കാൽപെരുമാറ്റം കേട്ടത്. കാൽപെരുമാറ്റം ശ്രദ്ധിച്ചപ്പോൾ മറയുടെ പിറകിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന മറിയം വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യ, ഞാനൊരു പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് വരരുത്. ഇന്നി അഊദു ബിർറഹ്മാനി
മിൻക ഇൻ കുൻത തഖിയ. അപ്പോൾ ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വന്നുകൊണ്ടിരിക്കുന്ന ആൾ മറുപടി, ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സക്കിയ. നിനക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ, ജിബ്രീലാണ് ഞാൻ. നിനക്കൊരു കുഞ്ഞിനെ സമ്മാനമായി തരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ മറിയം ധൈര്യമായിട്ട് മറുപടി, ഖാലത്ത് അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ. അതെങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകുക? നിങ്ങൾ ഇത് തോന്നിയവാസാണ് ഈ പറയുന്നത്. എന്നൊരു പുരുഷൻ തൊട്ടിട്ടില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്നൊരു പുരുഷൻ തൊട്ടിട്ടില്ല, ഞാനൊരു തോന്നിയവാസി പെണ്ണുമല്ല, പിന്നെ എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകുക? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതൊരു ധൈര്യമാണ് മറിയമിനല്ല, നല്ല ധൈര്യം. അപ്പോൾ ജിബ്രീലിന്റെ മറുപടി, ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ദിയ. നിന്റെ റബ്ബിന് ഒരു പുരുഷന്റെ ബീജമില്ലാതെ, ഒരു പെണ്ണിന്റെ അണ്ഡമില്ലാതെ ഒരു മനുഷ്യക്കുഞ്ഞിനെ നിർമ്മിക്കാൻ എളുപ്പമാണ് മറിയം. ആ കുഞ്ഞ് നിന്നിലൂടെ വരാൻ അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഇതൊരു ദൃഷ്ടാന്തമാണ് മറിയം. ഇത് പിറകെ വരുന്നവർക്കൊരു അനുഗ്രഹവുമാണ് മറിയം. ബഹുമാനപ്പെട്ട ജിബ്രീലും മറിയമും തമ്മിലുള്ള സംഭാഷണം പൂർണ്ണമാകുന്നു. മറിയം ധൈര്യമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഈ ധൈര്യം ചോർന്നു പോകുന്നു മറിയമിന് എപ്പോൾ? ആട്ടിൻ തൊഴുത്തിലെത്തിയപ്പോൾ. കുളിക്കടവിൽ നിന്ന് കയറി മറിയം മറയുടെ പിറകിലാണ് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈത്തുൽ മുഖദ്ദസിലും മറയിലാണ്. എപ്പോൾ മറിയം പബ്ലിക്കിലായോ അപ്പോൾ ആ ധൈര്യം എടുക്കപ്പെട്ടു പോയി. ഇപ്പോൾ ആട്ടിൻ തൊഴുത്തിൽ വന്ന മറിയം ഇപ്പോൾ എന്താ പറയുന്നത്? എന്റെ കുടുംബക്കാരത്ത് എത്തുന്നതിന് മുമ്പ് ഞാൻ മരിച്ച് മണ്ണായി പോയി, എങ്ങനത്തെ തന്നെ എവിടെ പോയി ധൈര്യം? വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന കാലത്തുള്ള ഈമാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെണ്ണിന് കിട്ടുകയില്ല. ഇതിൽ നിന്ന് പാഠം പഠിക്കണം. പെണ്ണിന്റെ ഈമാൻ പുറത്തിറങ്ങിയാൽ ചോർന്നു പോകും. അത് മറിയമായാലും ശരി. ബൈത്തുൽ മുഖദ്ദസിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന കാലം നല്ല ധൈര്യമായിരുന്നു. ബഹുമാനപ്പെട്ട സക്കരിയ ചോദിച്ചു, മറിയമേ നിനക്ക് എവിടെ നിന്നാ ഈ തിന്നാൻ കിട്ടിയത്? എന്നാ ലക്കി ഹാദ യാ മറിയമു അന്നാ ലക്കി ഹാദ. ഈ സീസൺ അല്ലാത്തത്, ഈ അൺസീസണിൽ ഇത്ര നല്ല പഴം നിനക്ക് കിട്ടിയത് ഹുവമിന്നില്ല, അത് എന്റെ അള്ളാഹ് എനിക്ക് തന്നതാണ്. എന്തൊരു ധൈര്യമാണ് മറിയമിന്, നല്ല ധൈര്യമാണ്. അള്ളാഹു മറിയമിന്റെ കാര്യത്തിൽ ഡയറക്റ്റ് ഇടപെടുന്നു. അതേ അവസരത്തിൽ മറിയം മറക്ക് പിറകിൽ വന്നപ്പോൾ, മറന്റെ ഉള്ളില് പുറത്തേക്ക് വന്നപ്പോൾ മറിയമിന്റെ ധൈര്യം ചോർന്നു പോകുന്നു. ഇപ്പൊ മറിയം പറഞ്ഞെന്താണ്? ഖാലത്ത് യാ ലൈതനി മിത്തു ഖബില ഹാദാ വകുന്തു നസിയം മൻസിയാ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇപ്പം നല്ല ധൈര്യമാണ്. ഇനി രാജാവിനെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല, മന്ത്രിയെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല, മലക്കിനെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല, ജിന്നിനെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ അള്ളാഹുവിന്റെ ഇടപെടൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്, യഖീനായിരിക്കുകയാണ്, ഇൽമുൽ യഖീനും ആയിരിക്കുകയാണ്, ഐനുൽ യഖീനും ആയിരിക്കുകയാണ്. ഇനി ലൈസ ബൈനി വബൈന റബ്ബി ശൈ. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് രാജാവ് ഇങ്ങോട്ട് വരുന്നു അല്ലേ? എന്താണ് യൂസുഫെ പ്രശ്നം? പരിഹരിക്കാം. എന്നെ പണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട്, സുലൈഖ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ മെനക്കെട്ടിട്ടേ ഉള്ളൂ. ചെയ്തു എന്നാണ് ജനം പറഞ്ഞത്. അതെല്ലാം വെളിയിൽ വരണം. സുലൈഖ നിരപരാധിയാണെന്നും ഞാൻ നിരപരാധിയാണെന്നും നാട്ടുകാരറിയണം. അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. രാജാവ് പരസ്യപ്പെടുത്തി. സംഗതി മുഴുവനും വെളിച്ചത്തായി. അത് കഴിഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് പോയി യൂസുഫ് അലൈഹിസ്സലാം. 7 കൊല്ലം വരാനിരിക്കുന്നത് ക്ഷാമം. അതിനുശേഷം ആദ്യം വരുന്ന 7 കൊല്ലം ക്ഷേമം, രണ്ടാമത് വരുന്ന 7 കൊല്ലം ക്ഷാമം. 14 കൊല്ലത്തിന്റെ കാര്യം നിയന്ത്രിച്ചേ പറ്റൂ. രാജാവ് അതിന് തയ്യാറാവണം. യൂസുഫ്, നിങ്ങളെ വിശ്വസ്തനായിട്ട് ഞാൻ കാണുന്നു, ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ആ 14 കൊല്ലത്തെ ഭക്ഷ്യവകുപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. ശരി, ഞാൻ ഏറ്റെടുത്തോളാം. ഉത്തരവാദിത്തം അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് വരുമ്പോൾ പറ്റുകയില്ല എന്ന് പറയാൻ അവകാശമില്ല. ഏറ്റെടുത്തോളണം. ഇല്ല, അർഹതപ്പെട്ടവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് വ്യവസ്ഥയാണ്. അത് അള്ളാഹു നമ്മൾ അന്ന് പറഞ്ഞതുപോലെ കച്ചവടക്കാരൻ കച്ചവടം ചെയ്തുകൊണ്ടേയിരിക്കണം മരിക്കുന്നത് വരെ. എൻ്റെ ഭാര്യക്കും മക്കൾക്കും ജീവിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കി, ഇനി ഞാൻ വിശ്രമിക്കട്ടെ. എനിക്ക് അവകാശമില്ല വിശ്രമിക്കാൻ. കാരണം കച്ചവടം നിന്റെ വകയല്ല, നിന്റെ കയ്യിൽ അമാനത്താണ്. ആ അമാനത്ത് തിരിച്ചു വാങ്ങുന്നത് വരെയും നീ ആ ഉത്തരവാദിത്തമുള്ളവനാണ്.
അതുകൊണ്ട് നീ മെനക്കെട്ട് കച്ചവടം ചെയ്തേ പറ്റൂ. കോടികൾ നിന്റെ ഭാര്യ മക്കൾക്ക് ജീവിക്കാൻ നീ ഉണ്ടാക്കിയെങ്കിലും കച്ചവടത്തിൽ നിന്ന് പിന്മാറാൻ നിനക്ക് അവകാശമില്ല. കാരണം നിനക്ക് അള്ളാഹു തന്ന അമാനത്താണ്. നീ ആരോഗ്യമുള്ള കാലം മുഴുവനും കച്ചവടം ചെയ്തേ പറ്റൂ. അഥവാ നീ നിന്റെ ഇഷ്ടപ്രകാരം പിന്മാറിയാൽ ചിലപ്പോൾ നീ ഉണ്ടാക്കി വെച്ച മുഴുവൻ കോടികളും ഒരാണി തറച്ചാൽ മതി, കംപ്ലീറ്റ് തീരും. പിന്നെ നിന്റെ കാര്യം നടത്താൻ നീ ആരെങ്കിലും അപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നിലും ഒരു കാര്യത്തിനും ഒന്നിലും ധൈര്യപ്പെടേണ്ട. ധൈര്യം അള്ളാഹുവിൽ മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തൊരു നല്ല ഈമാൻ, സുബ്ഹാനല്ലാഹ്. എന്തൊരു നല്ല ചർച്ച, എന്തൊരു നല്ല ആശ്വാസം, എന്തൊരു അഭയം, എന്തൊരു സങ്കേതം. ഏയ് ലാ മൻജാ വലാ മൽജാ മിൻക ഇല്ലാ ഇലൈക്. അല്ലേ? ലാ മൻജാ വലാ മൽജാ മിൻക ഇല്ലാ ഇലൈക്. അഭയം നിന്നിലേക്കേ ഉള്ളൂ അല്ലാഹ്. മടക്കം നിന്നിലേക്കേ ഉള്ളൂ അല്ലാഹ്. ആശ്രയത്വം നിന്നിലേ ഉള്ളൂ അല്ലാഹ്. ഈ അസ്ബാബുകളിൽ ഒന്നും ഒരു ധൈര്യവും എനിക്കില്ല. അത് നിന്റെ നിയന്ത്രണത്തിലാ. നീ എന്റെ കാര്യത്തിൽ നിയന്ത്രിക്കും. സുബ്ഹാനല്ലാഹ്. 1,24,000 നബിമാരെയാണ് സഹോദരങ്ങളെ ഇത് പറയാൻ അല്ലാഹു അയച്ചത്. അതിൽ 313 മുർസലുകളെയാണ് ഇത് പറയാൻ അയച്ചത്. ഒറ്റൊന്ന് പറയാൻ. എന്ത് പറയാൻ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. എൻ്റെ അടിമക്ക് ഞാൻ പോരെ, എൻ്റെ അടിമക്ക് ഞാൻ പോരെ. നിങ്ങൾ എന്തിനാണ് ഈ കാണുന്ന വസ്തുക്കളുടെയും വ്യക്തികളുടെയും ശക്തികളെയും പിന്നാലെ പോകുന്നത്? ഞാൻ പോരെ. നിങ്ങളെ പ്രവാചകൻ ഏൽപ്പിച്ച ജോലി നിർവഹിക്കും, എന്നിട്ട് എന്നെ ഏൽപ്പിക്കും കാര്യങ്ങൾ. എങ്ങനെ ഏൽപ്പിക്കണം? പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യമനുസരിച്ച് ജീവിക്കണം. റസൂലിന്റെ റിസാലത്തനുസരിച്ച് നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം കാര്യം. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാം, ഞാൻ സുന്ദരമായിട്ട് ഇടപെടാം. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം 14 കൊല്ലത്തെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആദ്യത്തെ 7 കൊല്ലം നൈൽ നദിയുടെ തീരത്ത് ഇരുമുള, ചെങ്കടലിന്റെയും നൈൽ നദിയുടെയും തീരത്ത് വിളഞ്ഞ ധാന്യങ്ങൾ മുഴുവനും ഗോഡൌണുകളിലാക്കി വെച്ചു. രണ്ടാമത്തെ 7 വർഷം തുടങ്ങുമ്പോൾ തന്നെ നൈൽ നദി വറ്റി. ചെങ്കടലിന്റെ തീരം തണുത്ത് ചൂടുകൊണ്ട് മരുഭൂമിയായി. നൈലിന്റെ തീരം മരുഭൂമിയായി. ഗോഡൌണിൽ സൂക്ഷിച്ച ഭക്ഷ്യപദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തെ 7 വർഷം രാജകീയമായി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സമർത്ഥമായി അള്ളാഹുവിന്റെ സഹായത്തോടെ ഇതിനോട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കൈകാര്യം ചെയ്യാൻ നാട് മുഴുവനും പ്രശ്നമെത്തി. യാക്കൂബിന്റെ കുടുംബം കനാനിൽ പട്ടിണിയിലാണ്. 10-12 മക്കളുണ്ട്, 11 മക്കളുണ്ട്, ഭാര്യയുണ്ട്, 2 ഭാര്യമാരുണ്ട്, യാക്കൂബുണ്ട്, മക്കളുണ്ട്, അവരെ മക്കളുണ്ട്, 100 ചില്ലാനം വരുന്ന കുടുംബം. അവർ പട്ടിണിയിലാണ്. ഈജിപ്തിൽ യൂസുഫ് മറ്റൊരു രാജാവ് രാജ്യം ഭരിക്കുന്നുണ്ടെന്നും അവർ ഭക്ഷണം സപ്ലൈ ചെയ്യുന്നുണ്ടെന്നും വിവരറിയുന്നു. ബാപ്പ മക്കളോട്, ആ ഭരണാധികാരിയോട് നമ്മുടെ കഥ പോയിട്ട് പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് മക്കളെ അയക്കുന്നു. 10 പേരും പോകുന്നു. എന്നിട്ട് രാജാവിനെ അവർ കാണുന്നു. രാജാവ് ചോദിക്കുന്നു, മിൻ ഐന അൻതും, നിങ്ങൾ എവിടുന്നാ? നഹ്നു മിൻ കൻആൻ, ഞങ്ങൾ കൻആനിൽ നിന്നാണ്. ആരാണ് നിങ്ങൾ? നഹ്നു അബ്നാ യാക്കൂബ്, പ്രവാചകൻ യാക്കൂബിന്റെ മക്കളാണ് ഞങ്ങൾ. ബാക്കിയുള്ളത് മുഴുവനും അവർ സിറാക്കി വെച്ചു. ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം 3 ദിവസം താമസിക്കാൻ ഏർപ്പാടാക്കി കൊടുത്തു സഹോദരങ്ങൾക്ക്. ആർക്ക്? ജ്യേഷ്ഠന്മാർക്ക്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യത്തിലേക്ക് വരുന്നു. വർഷങ്ങൾ ഒരു 10-60 നീണ്ടു. തുടക്കം ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ വിഷയം ചെന്നെത്തണം. അപ്പോഴേ ഉള്ളൂ മർജിയിലേ വരുള്ളൂ. അല്ലാഹു തആല ഒരു പ്രശ്നം ഒരിടത്ത് നിന്ന് തുടങ്ങുന്നു, മറ്റൊരിടത്ത് അവസാനിപ്പിക്കുന്നു. അല്ലാഹു യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ഷാ. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഏതാണ്ട് 26ഓളം സിഫത്തുകൾ ആയത്തുൽ കുർസിയിലുണ്ട്. ഒറ്റ ആയത്താണ്. അല്ലാഹുവിന്റെ 4ഓളം അസ്മാകളും 26ഓളം സിഫത്തുകളും ആയത്തുൽ കുർസിയിലുണ്ട്. അത് വളരെ വസ്തുനിഷ്ഠമായിട്ട് നാം പഠിക്കണം. എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, ഞാൻ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നാം ആരെയും പഠിപ്പിക്കാൻ മെനക്കെടണ്ട, നാം പഠിക്കാൻ മെനക്കെട. എന്നിട്ട് നാം നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള വഴി പ്രവേശിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ ദുഃഖം വിളിക്കണ്ട. നാം നമ്മുടെ ഈമാൻ രക്ഷപ്പെടും. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് മുഹ്സിനീങ്ങളാവണം. റൂഹ് വാങ്ങാൻ മലക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മുഹ്സിനീങ്ങളാവണം. അതെ, അല്ലാഹു പറയുന്ന കൂട്ടത്തിൽ പെടണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. എന്നിട്ടോ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തൊരു നല്ല സന്ദേശമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുഹ്സിനീങ്ങളാവണം. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം രാജകീയമായി അവരെ സ്വീകരിച്ചു.
അവർ മുറിയിൽ താമസിപ്പിച്ചു, ഭക്ഷണവും കൊടുത്തു. പക്ഷെ ജ്യേഷ്ഠന്മാര് ചർച്ച ചെയ്യുമായിരുന്നു. ഈ രാജാവ് നമ്മളെ കഥ വല്ലതും അറിഞ്ഞോ? നമ്മൾ അനുജനെ കൊന്നുകളഞ്ഞ വിഷയം എങ്ങനെ അറിഞ്ഞോ? അത് ചോദിക്കാൻ എങ്ങനെ ആയിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക? ഇല്ല, നമ്മൾ ഏതായാലും നമ്മളായിട്ട് കള്ളി പുറത്ത് വിടണ്ട. മൂന്നാമത്തെ ദിവസം വിളിച്ചു, സാധനങ്ങൾ കെട്ടി വലിയ വലിയ പൈപ്പുകളിലാക്കി 10 പേരെയും യാത്രയാക്കി. അടുത്ത വരവ് വരുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മറ്റേ അനുജനെയും കൂടി കൊണ്ടുവരണം, എന്നാലേ നിങ്ങൾക്ക് റേഷനുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്നും. ആ സംഭവം അവിടെ അവസാനിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട യാക്കൂബിന്റെ കുടുംബം ദാരിദ്ര്യത്തിലാണ്, കഷ്ടതയിലാണ്. ബാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒന്നും കൂടി പോ, ആ രാജാവിന്റെ അടുത്ത് നിന്ന് ഇനിയും ഗോതമ്പ് വല്ലതും കിട്ടു നോക്കി, കുറച്ച് പൈസയും കൊണ്ടുപോ. ബാപ്പ ബിന്യാമീനെയും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് രാജാവ്. ഇല്ല, എന്നാ പോണ്ട. കാരണം യൂസുഫിനെ നിങ്ങൾ കൊണ്ടുപോയി തൊലച്ചു, ഇനി ഇവനെയും കൊണ്ടുപോയി തൊലക്കാനാണോ? ഞാൻ വിട്ടുതരൂല. ബാപ്പ ഈ ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടന്ന് കഷ്ടപ്പെടുമ്പോഴും ഞങ്ങൾ പഴയ ജഹാലത്ത് ചെയ്യോ ബാപ്പ? ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ അവസരത്തിൽ ഞങ്ങൾ ഒരു കടുങ്ങയ്ക്ക് നിൽക്കൂല ബാപ്പ, അതുകൊണ്ട് മോനെ അയക്കണം. ശരി, ആ കരാറിന്റെ പേരിൽ അവർ മോനെ അയച്ചു. 11 പേര് കൊട്ടാരത്തിലെത്തി. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരം പറവുകാരോടും ഉദ്യോഗസ്ഥരോടും പറഞ്ഞു, അവർക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. ഈ 2 പേർക്ക് ഓരോ റൂം വീതം 5 റൂം തർത്തീബാക്കി. 6 റൂം. 5 റൂമിലായി 10 പേര് താമസിച്ചു. 11ാമത്തെ ആൾ ഒറ്റക്ക്. ആ ഒറ്റക്കുള്ള റൂമിൽ ബിന്യാമീനെ താമസിപ്പിച്ചു. കാരണം ആ 10 പേര് ഒരു ഉമ്മാന്റെ മക്കളാണ്. യൂസുഫും ബിന്യാമീനും വേറൊരു ഉമ്മാന്റെ മക്കളാണ്. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, അള്ളാഹ് എത്ര രസമായിട്ടാണ് അഷ്റഫുൽ ഹൽക്കിന് പറഞ്ഞു കൊടുക്കുന്നറിയോ? ആയിരിക്കും അഷ്റഫുൽ ഹൽക്കിനോ മുഹമ്മദ്, പേടിക്കണ്ട, ആ യൂസുഫിന്റെ അനുഭവം നാളെ നിങ്ങൾക്ക് വരും. ഇപ്പോൾ നിങ്ങൾ ആട്ടിയിറക്കപ്പെട്ടു നിങ്ങൾ നാട്ടിൽ നിന്ന്. ശുഐബ് അബീ താലിബ് നിങ്ങൾ പട്ടിണിയിട്ട് കിടക്കുകയാ, മരത്തിന്റെ ചപ്പ് തിന്നിട്ട് ജീവിക്കുകയാ. ഓ മുഹമ്മദ്, വിഷമിക്കണ്ട, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, നിങ്ങളുടെ ഒരു സഹോദരൻ, നിങ്ങളുടെ ജ്യേഷ്ഠൻ, പ്രവാചക കുടുംബത്തിൽ നിങ്ങളുടെ ഒരു സഹോദരൻ, ഇതേപോലത്തെ അനുഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. അങ്ങനെയാണ് ഈ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് അഷ്റഫുൽ ഹൽക്കിനെ സമാധാനിപ്പിക്കാൻ. നമുക്ക് പറഞ്ഞു തന്നത് നമ്മളെ സമാധാനിപ്പിക്കാൻ. ഓ മുഅ്മിനീങ്ങളെ, ഞാനുണ്ട് നിങ്ങൾക്ക്. ഏതുപോലെ മുഹമ്മദിനുണ്ടായതുപോലെ യൂസുഫിനുണ്ടായതുപോലെ നിങ്ങൾക്ക് ഞാനുണ്ട്. നിങ്ങൾ വിഷയങ്ങൾ എന്നിൽ അർപ്പിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്ക്. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഈ കരുണാവാരിധിയായ അള്ളാഹുവിനെ ചർച്ച ചെയ്ത് 10ഉം 100ഉം കൊല്ലം ചർച്ച ചെയ്ത ഒരു സത്യവിശ്വാസിയുടെ നാവിൽ ആ അള്ളാഹുവിൻ്റെ ചർച്ച മാറി ഒരു മഖ്ലൂക്കിൻ്റെ ചർച്ചയിലേക്ക്, ഒരു മലക്കിൻ്റെ ചർച്ച, അല്ലെങ്കിൽ ഒരു ജിന്നിൻ്റെ ചർച്ച, അല്ലെങ്കിൽ ഒരു ശൈത്താൻ്റെ ചർച്ച, അല്ലെങ്കിൽ ഒരു വേറെന്തെങ്കിലും ചർച്ച, അള്ളാഹിനെ പറ്റി പറഞ്ഞ് പ്രകാശിച്ച നാവില് മഖ്ലൂക്കിനെ പറഞ്ഞ് ഇരുളടയാൻ മാത്രം ഈ ഉമ്മത്തിന് എന്തു പറ്റി? അവിടെയാണ് നാം തിരുത്തേണ്ടത്. അവിടെയാണ് തെറ്റും ശരി നോക്കേണ്ടതെന്നാ. നമ്മുടെ അറിവിന്റെ പ്രാഗൽഭ്യം തെളിയിക്കലല്ല ഈ വിഷയം. ഇത് അള്ളയും അടിമയും തമ്മിലുള്ള വിഷയമാണ്. അറിവിന്റെ പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള വിഷയമല്ല ഇത്. ഹദീസിലും തഫ്സീറിലുമുള്ള പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള വിഷയമല്ല ഇത്. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം തെളിയിക്കാനുള്ള വിഷയമാണിത്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതിനാണ് പരിശുദ്ധ ഖുർആനിലെ അഖ്ബാറുകൾ മുഴുവനും. അഹ്കാമുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അഖ്ബാറുകൾ മുഴുവനും എന്തിനാ? നമ്മൾ അള്ളയും തമ്മിലുള്ള ബന്ധം ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ. അതിന്റെ ഇടയിൽ വേറെ ആരും കടന്നു വരാൻ പാടില്ല. അനുവദിക്കപ്പെട്ടതും കടന്നു വരാൻ പാടില്ല, അനുവദിക്കപ്പെടാത്തതും കടന്നു വരാൻ പാടില്ല. അനുവദിക്കപ്പെട്ടത് അതൊരു അമല് മാത്രമായിട്ടേ കടന്നു വരാൻ പാടുള്ളൂ. കാര്യങ്ങൾ നടക്കാനുള്ള സബബായിട്ട് കടന്നു വരാൻ പാടില്ല. ഒരമല് മാത്രമായിട്ടേ കടന്നു വരാൻ പാടുള്ളൂ. കക്കൂസിലേക്ക് കയറുമ്പോൾ ഇതൊരു അമല് മാത്രമായിട്ടേ കടന്നു വരാൻ പാടുള്ളൂ. ശൈത്താൻ പോകാനുള്ള സബബായിട്ട് കടന്നു വരാൻ പാടില്ല. ഭാര്യനൊന്നിച്ച് സംയോഗം ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താന മാ റസഖതന, ഇതൊരു അമലായിട്ടേ കടന്നു വരാൻ പാടുള്ളൂ. ഒന്നിച്ച് കിടക്കുന്ന ശൈത്താനെ പുറത്താക്കാനുള്ള ഉപാധിയാകാൻ പാടില്ല. അത് നമ്മളെ കൊണ്ട് പറ്റൂല. അത് നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളെ ഏൽപ്പിച്ച ജോലിയല്ല. അമൽ ചെയ്യാനേ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അമലിന്റെ ഉത്തരവാദിത്വമേ നമുക്കുള്ളൂ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ. ജ്യേഷ്ഠന്മാർ, ബാപ്പ, വയസ്സായ ബാപ്പ, ഉമ്മ, മൂത്തമ്മ, മുഴുവൻ വിഷയങ്ങളും അന്വേഷിച്ചു. എന്നെ മനസ്സിലായോ മോനെ? ഇല്ല, ഞാൻ യൂസുഫ്, നിന്റെ സഹോദരൻ. മോനെ, ആ ജ്യേഷ്ഠന്മാരെ കിണറ്റിലെറിഞ്ഞ സഹോദരൻ ഞാൻ യൂസുഫ്. അള്ളാഹു എന്നെ ഈ അവസ്ഥയിലാക്കി. ഞാൻ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കും. വിഷമിച്ചു പോകരുത്. ഞാൻ നിന്നെ ഇവിടെ ആക്കും. അതുവഴി ഉമ്മാനെയും ഉപ്പാനെയും കൊണ്ടുവരണം, ജ്യേഷ്ഠന്മാരെയും കൊണ്ടുവരണം. നീ പ്രയാസപ്പെടരുത്. ഞാൻ നിന്റെ പാത്രത്തിൽ
ഇവിടുത്തെ അളക്കുന്ന പാത്രം ഇട്ട് കെട്ടാൻ ഏർപ്പാടുണ്ടാക്കും. അങ്ങനെ ഞാൻ ഈ പാത്രം കെട്ടവൻ എന്ന നിലയ്ക്ക് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും. എനിക്ക് എൻ്റെ ഒന്ന് ചൂടാ. അത് വെച്ചുകൊണ്ട് ചില തന്ത്രങ്ങളൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് മോനെ. ബഹുമാനപ്പെട്ട യൂസുഫ് ഇറങ്ങി. പിറ്റേന്ന് വിളിച്ചു, 11 പേരെയും വിളിച്ചു. യാക്കൂബിന്റെ കുടുംബത്തിന്റെ സാധനങ്ങൾ കെട്ടാൻ ഏൽപ്പിക്കാൻ ഏർപ്പാടാക്കി. അളക്കുന്ന പാത്രം ബിന്യാമീന്റെ പാത്രത്തിലിട്ട് കെട്ടി. യാത്രാ സംഘം പുറപ്പെട്ടു. ഇത് അല്ലാഹു തആല വിശദീകരിച്ചിരുന്നത്. നിങ്ങൾ പോയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അതൊന്ന് വായിച്ച് തീർക്കിന് ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ. അപ്പൊ കിട്ടും അള്ളാഹുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് നാം അള്ളാഹുവിന്റെ ആളാവേ. അല്ലാ, എനിക്കുമുണ്ട് ഇതേപോലെ പ്രശ്നങ്ങൾ. ഇനി എന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് നീയാണ്. നീ അല്ലാത്തതിലേക്ക് നീങ്ങുന്ന പ്രശ്നമില്ല. ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലല്ലാഹി ഇല്ലാ ഇലൈക് എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅ്തു ലഹരി ഇലൈക് റഹ്ബത്തൻ വറഗ്ബത്തൻ ഇലൈക് ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക് ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത് വബിനബിയിക അല്ലദീ അർസൽത്. ഉറങ്ങും പറയേണ്ട ദുആ. ഉറങ്ങും എന്തൊരു തൗഹീദിന്റെ വാക്കാണ്. വഹദാനിയത്തിന്റെ ശബ്ദം. ഉറങ്ങുമ്പോൾ, ഉണരുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ എല്ലാം വഹദാനിയത്ത്, 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 തൗഹീദ്, തൗഹീദ്. ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക് അന ബിക വഇലൈക് അന ബിക വഇലൈക് വൽ ഖൈറു കുല്ലുഹു ബിയദൈക് വശർറു ലൈസ ഇലൈക് അൽ മഹ്ദിയു മൻ ഹദൈത് അന ബിക വഇലൈക്. അവിടെയും ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക്. അവിടെയും എല്ലായിടത്തും തൗഹീദിന്റെ വാക്ക്. പാത്രം കാണുന്നില്ല, അളവ് പാത്രം കാണുന്നില്ല. വിളംബരമായി കൊട്ടാരത്തിൽ പിറകെ ഓടി പാത്രം പരിശോധിച്ചു. യാത്രാ സംഘത്തിന്റെ 11 പാത്രവും പരിശോധിച്ചു, സഞ്ചിയും പരിശോധിച്ചു. ബിന്യാമിന്റെ പാത്രത്തിൽ നിന്ന് പാത്രം കിട്ടി. ബിന്യാമിനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു. ജ്യേഷ്ഠന്മാര് യൂസുഫിനോട് പരാതി പറഞ്ഞു. ഓ പ്രിയപ്പെട്ട രാജാവേ, കനിവുണ്ടാവണം, ഇവനെ വിട്ടുതരണം. അതിന് പകരം ഞങ്ങൾ 2 അറസ്റ്റ് ചെയ്തോളി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, നാം നീതി മാത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ഒരിക്കലും അനീതി നമ്മളിൽ നിന്നില്ല. ആരാണോ പാത്രം ഉണ്ട് അവരെ മാത്രം, ബാക്കിയുള്ളവർക്ക് പോകാം. പോയി. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ആ സമയത്ത് ആ 10 പേര് പറഞ്ഞ എന്താണെന്നറിയുമോ? ഇവനും കള്ളൻ, ഇവനൊരു സഹോദരൻ ഉണ്ടായിരുന്നു പണ്ട്, യൂസുഫ്, അവനും കള്ളൻ. അവർ പറഞ്ഞ വാക്ക് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവരെ ഉള്ളിലെ പൂച്ചു പുറത്തു വന്നു യൂസുഫിന്റെ മുമ്പിൽ. യൂസുഫ് അതും കേട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മുവഹിദിന് അള്ളാഹു മനസ്സിന് കൊടുക്കുന്ന ധൈര്യം എത്ര കട്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതും ബഹുമാനപ്പെട്ട യൂസുഫ് കേട്ടു, സഹിച്ചു. ജഹസഹും ബിജഹാസി. അതും കേട്ടു, മനസ്സിൽ വെച്ചു, സഹിച്ചു. യൂസുഫ് അനുജനെ സ്വന്തമാക്കി 10 പേരെയും വിട്ടു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചുരുക്കി പറയാം, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മാസങ്ങൾക്ക് ശേഷം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി ആ ഭരണാധികാരിയെ ചെന്ന് കാണണം. ആ ഭരണാധികാരിക്ക് അനിവ് തോന്നും. എന്റെ മോനെ തിരിച്ചു തരാൻ വേണ്ടി പറയണം. തീർച്ച എന്റെ അള്ളാഹ് എന്നെ യൂസുഫിനും തിരിച്ചു തരും, അതേപോലെ തന്നെ മോൻ ബിന്യാമീനെയും തിരിച്ചു തരും. എന്റെ അള്ളാന്റെ കാര്യത്തിൽ ഞാൻ നിരാശനല്ല. നിരാശ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞതല്ല, നിരാശ കുഫ്റാണ്. സംഭവിക്കുമോ സംഭവിക്കില്ലോ ഞാൻ നോക്കണ്ട, സംഭവിപ്പിക്കാൻ അള്ളാഹ് കഴിവുള്ളവനാ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോ. 10 ജ്യേഷ്ഠന്മാരും കൊട്ടാരത്തിലെത്തി. ബാപ്പ വയസ്സുള്ള ആളാണ്, ഉമ്മ വയസ്സുള്ള ആളാണ്. വിഷമമുണ്ട് രാജാവേ, ഒന്നുകൊണ്ട് ബിന്യാമിനെ വിട്ടു തരണം, ദയവുണ്ടാവണം. അപ്പൊ ചോദിച്ചു, ഖുർആൻ ആയത്ത് ഇങ്ങനെ വരുന്നില്ല, എനിക്ക് കാണപ്പെടാൻ അങ്ങനെ വരുന്നില്ല. ചോദിച്ചു ജ്യേഷ്ഠന്മാരോട്, യൂസുഫ്, നിങ്ങൾക്കൊരു സഹോദരനില്ലേ യൂസുഫ്? നിങ്ങൾ ആ യൂസുഫിനെ എന്ത് ചെയ്തു? ആ യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നയമാണ് സ്വീകരിച്ചത്? അപ്പം ജ്യേഷ്ഠന്മാർക്ക് ഏതാണ്ട് കാര്യം പിടുത്തം കിട്ടി. ഖാലൂ ലഅന്ത യൂസുഫ്, ഞങ്ങളുടെ അനുജൻ യൂസുഫാണോ അങ്ങ്? ഞങ്ങളുടെ അനുജൻ യൂസുഫാണോ അങ്ങ്? ഖാല അന യൂസുഫ് വഹാദാ അഖി. അല്ലാഹു അക്ബർ. അന യൂസുഫ്, ഞാനാണ് ആ യൂസുഫ്. വഹാദാ അഖി, ഇതെൻ്റെ സഹോദരൻ ബിന്യാമീൻ. അള്ളാഹു എന്നോട് വലിയ കരുണ കാണിച്ചു. ഈ അവസ്ഥയിൽ അള്ളാഹു എന്നെ ആക്കി. യൂസുഫ്, അബദ്ധത്തിൽ അന്ന് ചെയ്തതാണ് മോനെ, വിഷമിക്കണ്ട. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് ഒരു പ്രതികാരത്തിനും തയ്യാറല്ല.
ഞാനെല്ലാം മാപ്പാക്കിയിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും, നിങ്ങൾ പോ, ഉമ്മാനെയും ബാപ്പാനെയും കൂട്ടിയിട്ട് വാ, ഇവിടെ താമസിക്കാം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, എന്തൊരു രസമാണ്, നമുക്ക് എന്ത് തോന്നുന്നു? ഇപ്പോ ഞാൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അള്ളാഹ് പറഞ്ഞത് സഹോദരന്മാരെ നമ്മളോട് സൂറത്ത് യൂസുഫിലൂടെ, ഇത് വഹയ്യാണ്, അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്ന വഹയ്യാണ്. ഇവിടെ എന്താണ് നമ്മുടെ ആസ്വാദനം? എന്റെ കാര്യത്തിൽ ഇടപെടാൻ അള്ളാഹു കഴിവുള്ളവനാണ്, ഞാൻ കാത്തിരിക്കണമെന്ന് മാത്രം, ഞാൻ കാത്തിരിക്കണമെന്ന് മാത്രം. കാത്തിരിപ്പ് നീളും, ചിലപ്പോൾ മരിക്കുന്നത് വരെ. എന്നാലും ശരി, അള്ളാഹു അല്ലാത്തവരെ ഞാൻ പ്രതീക്ഷിക്കുന്ന വിഷയമില്ല. മരിച്ചാൽ ആ പ്രതീക്ഷയുമായിട്ട് ഞാൻ അള്ളാഹിനെ കണ്ടുമുട്ടും നാളെ. അപ്പോൾ എനിക്ക് ദർജ കൂടും, ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, അതാ വരുന്നു ബാപ്പയും ഉമ്മയും പരിവാരങ്ങളും കുടുംബവും. ഈജിപ്തിൽ രാജകീയമായ താമസം, ജീവിതം. യൂസുഫിന്റെ സന്തോഷത്തിൽ അവരെല്ലാം മതിമറന്നിരിക്കുകയാണ്. യൂസുഫിന് കിട്ടിയ സൗഭാഗ്യത്തിൽ ജ്യേഷ്ഠന്മാരടക്കം സന്തോഷവാന്മാരാണ്. ഒരു ദിവസം യൂസുഫ് തന്റെ അവിടുത്തെ ഓഫീസിലേക്ക് കടന്നു വരികയാണ്. ജനം നാട്ടാചാരം അനുസരിച്ച് എഴുന്നേറ്റ് തലകുനിച്ച് ബഹുമാനിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഉമ്മയും ബാപ്പയും 11 സഹോദരങ്ങളും തലകുനിച്ച് ബഹുമാനിച്ചപ്പോൾ 70 കൊല്ലം മുമ്പ് നടന്ന ആ സംഭവവുമായിട്ട് ഇതിനെ അള്ളാഹു കണക്ട് ചെയ്തു. യൂസുഫ് പറഞ്ഞു, ഹാദാ തഅ്വീലു റുയായ്, അന്ന് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണിത്. ബാപ്പ, അങ്ങ് ആ സൂര്യനാണ്, ഉമ്മ അങ്ങ് ആ ചന്ദ്രനാണ്, 11 സഹോദരങ്ങൾ ആ 11 നക്ഷത്രങ്ങളാണ്, നിങ്ങൾ 13 പേരും എൻ്റെ കീഴിൽ പ്രജകളായി ജീവിക്കേണ്ടി വരും എന്ന് എൻ്റെ അറിവ്, എനിക്ക് അള്ളാഹു അന്ന് അറിവ് തന്നതാണ്. പക്ഷെ ആ സ്വപ്നമനുസരിച്ചുള്ള യാഥാർത്ഥ്യം നടപ്പിൽ വരുത്താൻ എത്ര വർഷം എടുത്തു? 70 വർഷം എടുത്തു. അതിനിടയിൽ എന്തെല്ലാം സംഭവിച്ചു? ഒന്നൊന്നിനോട് ബന്ധമില്ലാത്ത സംഭവം. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ കാര്യത്തിലും അള്ളാഹു സ്വീകരിക്കുന്ന രീതി. നമുക്ക് മനസ്സിലാകുകയില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ഏതിനോടാണ് കണക്ഷൻ നമുക്ക് മനസ്സിലാകുകയില്ല. എവിടെന്നോ തുടങ്ങിയത് എവിടെയോ അവസാനിക്കും. അതിൻ്റെ ഇടയിലുള്ള കരുക്കൾ മാത്രമാണ് നാം. ആ രീതിയിൽ അള്ളാഹിന്റെ അടിമയാകാൻ നമുക്ക് സാധിക്കണം. ഇതാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാം തുടക്കത്തിലേ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ കാര്യത്തിൽ ദുനിയാവിൽ ഇടപെടുന്നത് ഇൻസാനിയത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. ആദർശത്തിന്റെ പരിഗണന ആഖിറത്തിലാണ്. വിചാരണയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ആ രീതിയിൽ ആദർശം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആദർശം, എന്താണ് ഹിദായത്ത്, വീണ്ടും നാം ചർച്ചയുടെ തുടക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇനി എപ്പോഴാണ് പൂർത്തിയാക്കാൻ കഴിയാന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചൻ്റെ കാര്യം എന്തോ കിസിസിൽ മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് കിസിസ് സെൻറ്ററിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച മഗ്‌രിബ് കഴിഞ്ഞിട്ട് നമുക്ക് അള്ളാഹ് എത്തിച്ചെങ്കിൽ, അള്ളാഹ് അനുകൂലമാക്കി തന്നെങ്കിൽ, എല്ലാം അവൻ്റെ ഇടപെടലനുസരിച്ച് ഈ പറഞ്ഞതുപോലെ നാവിൻ്റെ കൺട്രോൾ അവൻ്റെ കയ്യിൽ, കൽബിൻ്റെ കൺട്രോൾ അവൻ്റെ കയ്യിൽ, ഇൽമിൻ്റെ കൺട്രോൾ അവൻ്റെ കയ്യിൽ, സമയത്തിൽ എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതായിരിക്കട്ടെ നമ്മുടെ ജീവൻ മരണ വിഷയങ്ങൾ മുഴുവനും അതായിരിക്കട്ടെ. ഈ രീതിയിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹ് എത്തിച്ചെങ്കിൽ നമുക്ക് പറഞ്ഞു വെച്ച ബാക്കി വിഷയങ്ങൾ പൂർത്തിയാക്കാൻ അടുത്ത വെച്ച് സാധിക്കുമെന്ന് നോക്കാം. അതുകൊണ്ട് നിങ്ങൾ കിസിസിലേക്ക് വരീൻ. അള്ളാഹു തആല ഇൽമിലും അമലിലും ബറക്കത്ത് നസീബാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർളുമായ അമലുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാന് താക്കത്തുണ്ടാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, ട്യൂമർ രോഗികൾ, പേരറിയുന്നതും അറിയാത്തതുമായ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വീടുകളിലും ആശുപത്രികളിലും വേദന തിന്ന് കഴിയുന്നവർ, ചെറിയ കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്ന് അള്ളാഹു തിരിച്ചെടുത്ത ആഫിയത്ത് ഔദാര്യം കൊണ്ട് മടക്കി കൊടുക്കുകയും മരിക്കുന്നത് വരെ നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്കത്രയും രോഗങ്ങളൊന്നും വരാതെ കരുണയുള്ള അള്ളാഹ് കാക്കുകയും നമുക്കല്ല ഓശാരമായി തന്ന ആഫിയത്തിനെ ഒരു പോറലും ഏൽക്കാതെ മരിക്കുന്നത് വരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ബർസഖിൻ്റെ ലോകത്ത് കാത്തിരിക്കുകയാണ്. ചിലർ അള്ളാഹിൻ്റെ അടുക്കൽ സന്തോഷത്തിലാണ്, മറ്റ് ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വളരെ അകലത്തിൽ സങ്കടത്തിലാണ്. അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു എല്ലാവരെയും അവൻ്റെ അടുത്ത് സന്തോഷിക്കുന്നവരെ കൂട്ടത്തിൽപ്പെടുത്തി കൊടുക്കട്ടെ. നാമും മരിച്ച് ബർസഖിലെത്തിയാൽ അവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും തൗഹീദിൻ്റെ രേഖകൾ പരിശോധിച്ച് അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട് അള്ളാഹു അവൻ്റെ സ്വന്തക്കാരായി, അവൻ്റെ അയൽവക്കക്കാരായി കാലാകാലം കഴിയാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിനു മുമ്പ് അത് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ.
أقول قولي هذا والله أعلم وأستغفر الله العظيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.